പറഞ്ഞോ മക്കളെ, പറയടാ. എന്താ ചെയ്യണ്ടേ? സ്ട്രെയിറ്റ് ലൈൻ ബക്ക് ലാസ്റ്റ് ഒറ്റ ക്വസ്റ്റ്യൻ കൂടി ചെയ്യാനുണ്ടായിരുന്നു. അത് ചെയ്യണോ അല്ലെങ്കിൽ അത് ടെക്സ്റ്റ് ബുക്കിൽ സോൾവ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. എക്സാമ്പിൾ 17 224 പേജിൽ എക്സാമ്പിൾ 17 സോൾവ് ചെയ്തൊരു ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അത് നിങ്ങൾ അല്ലെങ്കിൽ ഒറ്റക്ക് ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പേഴ്സണലായിട്ട് ചോദിക്കുമോ? ഇപ്പോൾ ഡയറക്റ്റ് കോണിക് സെക്ഷനിൽ നടന്നാലോ? പെട്ടെന്ന് പറയ്. ആരൊന്നും മിണ്ടുന്നില്ലേ? ഫെമിൻഷ കേൾക്കുന്നുണ്ടോ? എടാ വോയിസ് ഒക്കെ ഓഡിബിൾ അല്ലേ? എന്താ ചെയ്യണ്ടേ? ആ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ആ ചാപ്റ്ററിലേക്ക് പോയാൽ മതിയോ, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ കേട്ടില്ലാന്നോ? അല്ലടാ, സ്ട്രെയിറ്റ് ലൈനില് നമുക്ക് ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ, ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ, ടോപ്പിക് ഒന്നും അല്ല കേട്ടോ, ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാനുണ്ടായിരുന്നു. അത് ചെയ്തിട്ട് അടുത്ത ചാപ്റ്ററിലേക്ക് പോകണോ, എങ്കിൽ ആ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ബുക്കിൽ സോൾവ് ചെയ്ത ക്വസ്റ്റ്യൻ ചെയ്യാം അല്ലേ? ഓക്കെ. എന്നാ മക്കളൊന്ന് എഴുതിയെടുത്തടാ, ക്വസ്റ്റ്യൻ എഴുതേ. ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് എ ലൈൻ. Find the equation of a line. Find the equation of a line. Find the equation of a line perpendicular to the line. X minus 2y plus 3 equal to 0. X minus 2y plus 3 equal to 0. And passing through the point 1 comma minus 2. 1 comma minus 2. Find the equation of the line perpendicular to the line x minus 2y plus 3 equal to 0 and passing through the point 1 comma minus 2. ക്വസ്റ്റ്യൻ നല്ലോണം ഒന്ന് വായിച്ചേ. നമുക്ക് എന്താ മനസ്സിലായതെന്ന് പറഞ്ഞു തന്നെ. ഞാൻ ഓരോരുത്തരോട് ചോദിക്കാം, എന്താ ക്വസ്റ്റ്യൻ, എന്താ നമുക്കൊക്കെ മനസ്സിലായതെന്ന് ജസ്റ്റ് പറഞ്ഞാൽ മതി. വിഷ്ണുപ്രിയ കേൾക്കുന്നില്ലേ? വിഷ്ണുപ്രിയ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് എന്താ മനസ്സിലായത്? അത് ഈ ഇക്വേഷൻ കണ്ടുപിടിക്കാന് എക്സ് മൈനസ് 2y പ്ലസ് 3 അത് അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഇതിനോട് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാന് -1ലൂടെയും -1 -2 ആ പോയിന്റ് കൂടെയാണ് പാസ് ചെയ്യുന്നത്. 1 കോമ മൈനസ് 2 ആണ്. 1 കോമ മൈനസ് 2 ആണ് പാസിംഗ് ത്രൂ 1. അപ്പൊ നമുക്ക് വേണ്ടത്, നമുക്കൊരു ഇക്വേഷൻ ഉണ്ടാക്കണം, അല്ല ഒരു ലൈനിന്റെ ഇക്വേഷൻ ഉണ്ടാക്കണം.
ആ ലൈനിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് മൈനസ് 2y പ്ലസ് 3 ഈക്വൽ 0 എന്ന ലൈനിന് പെർപെൻഡിക്കുലർ ആണെന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലേ? അങ്ങനല്ലേ പറഞ്ഞത്? ഓക്കെ. എന്നിട്ട് മുമ്പ് കണ്ടുപിടിക്കേണ്ട ലൈൻ പാസ് ചെയ്യുന്നത് 1,-2 അല്ലേ? ആ 1,-2 എന്ന് പറയുന്നത് നമുക്ക് ഉണ്ടാക്കാൻ പോകുന്ന ലൈനിലൂടെ പാസ് ചെയ്യുന്ന പോയിന്റ് ആണോ, അല്ലെങ്കിൽ എക്സ് മൈനസ് 2y പ്ലസ് 3 ഈക്വൽ 0 തന്ന ലൈനിൽ കൂടെ പാസ് ചെയ്യുന്ന പോയിന്റ് ആണോ? അത് ഇതല്ലേ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് പാസ് ചെയ്യുന്നതല്ലേ? അതെ നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ കറക്റ്റ്. ഓക്കെ മക്കൾ അങ്ങനെയാണെങ്കിൽ ഇനി എന്താ അടുത്ത സ്റ്റെപ്പ്? ലതീബ് പറയും. നമുക്കപ്പം ഇനി എന്താ വേണ്ടത്? ലതീബ കേക്കില്ലേ? ലതീബ സർ, ലതീബ ജിതിനെ കേൾക്കണില്ലേടാ? ജിതിൻ കേൾക്കണില്ലേ? ജിതിൻ ഓക്കെ. മോള് പറഞ്ഞേ, സോറി മോൻ പറഞ്ഞേ, എന്താ ഈ ഫസ്റ്റ് ചെയ്യേണ്ടത്? ക്വസ്റ്റ്യൻ കറക്റ്റ് വിഷ്ണുപ്രിയ പറഞ്ഞത്. നമുക്കൊരു ലൈനിന്റെ ഇക്വേഷൻ ഉണ്ടാക്കണം. ആ ലൈന് പാസ് ചെയ്യുന്നത് 1,-2 എന്ന പോയിന്റ് കൂടെ ആ ലൈൻ പാസ് ചെയ്യുന്നുണ്ട്. അതുപോലെ എക്സ് മൈനസ് 2y പ്ലസ് 3 ഈക്വൽ 0 എന്ന ലൈനിന്റെ പെർപെൻഡിക്കുലർ ആയതുകൊണ്ടാണ് ഇവിടെ ലൈൻ പോകുന്നതെന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ഇനി കേൾക്കുന്നില്ലടാ? പറഞ്ഞോ. ഫായിസ് കേൾക്കില്ലേ? ഇനി എന്താ ചെയ്യണ്ടത്? ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യണ്ടത്? ക്വസ്റ്റ്യൻ ഏതാ? ക്വസ്റ്റ്യൻ കേട്ടില്ലേ? ക്വസ്റ്റ്യൻ എഴുതിയെടുത്തില്ല? ടെക്സ്റ്റ് ബുക്കിൽ 224 പേജിലുണ്ട്. എക്സാമ്പിൾ 17. ലേറ്റ് ആയിട്ടാവും കയറിണ്ടാവും അല്ലേ? അവിടെ നിൽക്കട്ടെ. അനാമിക പറയും. അനാമിക എന്താ സാറേ ഇനി എന്താ ചെയ്യേണ്ടതാണ്? ഇനി എന്താ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത്? ഈ തന്ന ഇക്വേഷന്റെ സ്ലോപ്പ് കാണില്ല. തന്ന ഇക്വേഷന്റെ സ്ലോപ്പ് കാണാം. ഓക്കെ. എന്നിട്ട് അപ്പൊ മറ്റേ സംഭവം കിട്ടും. mx എന്തോ പറഞ്ഞോ. തന്ന ഇക്വേഷന്റെ സ്ലോപ്പ് കാണാം. നമുക്ക് റിക്വയർഡ് ആയ ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ട് പോകുന്ന ലൈനിന്റെ സ്ലോപ്പ് കാണാം. കറക്റ്റ് ആണ്. അതിന് ശേഷം പിന്നെ അപ്പൊ അത് എന്തോ ഒരു mx മറ്റേ ഫോമിക്ക് ആവൂലേ? ആ ഫോമിക്ക് ആക്കുമ്പോഴാണ് നമുക്ക് സ്ലോപ്പ് കിട്ടുക. സ്ലോപ്പ് കിട്ടി. അപ്പൊ ഈ പെർപെൻഡിക്കുലർ ആയി വരുമ്പോ -1 എന്തോ ആണ്. എന്തായിരുന്നു -1 എന്തായിരുന്നു? മറന്നു. ഓക്കെ. ഓർമ്മയില്ല. ഓക്കെ റെഡിയാക്കാം. ഓക്കെ. അപ്പൊ നമുക്ക് എന്തൊക്കെയോ ഓർമ്മ ഉണ്ട്. മതി. ഓക്കെ. ഞങ്ങൾ പറഞ്ഞത് കറക്റ്റ് തന്നെയാണ്, തെറ്റൊന്നും പറഞ്ഞിട്ടില്ല. കാരണം എക്സ് മൈനസ് 2y പ്ലസ് 3 ഈക്വൽ 0 എന്ന ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ട് വേണം ലൈനിന്റെ. അപ്പം ഞാൻ ഒരു ലൈൻ വരയ്ക്കുകയാണ്. അപ്പം ഈ ലൈനാണ് നമുക്ക് ഇതെന്ന് പറയാം. എക്സ് മൈനസ് 2y പ്ലസ് 3 ഈക്വൽ 0. ഇതാണ് നമ്മളെ ലൈൻ. ലൈനില്ല, നമുക്ക് തന്ന ലൈന്. ഇതിന് പെർപെൻഡിക്കുലർ ആയി കൊണ്ട് നമുക്ക് ഇങ്ങനെ ലൈൻ പോകും. ഇതിന്റെ ആംഗിൾ 90 ആണ്. ഇതിന്റെ ഇടയിലുള്ള ആംഗിൾ 90 അവർ പറഞ്ഞിട്ടുണ്ട്. ഈ ലൈനിന്റെ എന്ത് വേണം? ഇക്വേഷൻ നമ്മളോട് കാണാൻ പറഞ്ഞത്. മക്കളെ, ഒരു ലൈനിന്റെ ഇക്വേഷൻ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണം? മിനിമം എന്തൊക്കെ വേണം? ആലോചിച്ച് നോക്കി. ഫെമിൻഷ പറഞ്ഞേ.
ഫെമിൻഷ കേൾക്കണില്ലേ? ഫെമിൻഷ ഉണ്ടല്ലോ. കൃഷ്ണേന്ദു ആ സ്ലോപ്പും അതിലൊരു പോയിന്റ്. അതെ കറക്റ്റ് ആണ്. നമുക്ക് മക്കളെ ഒരു ലൈൻ്റെ ഇക്വേഷൻ ഉണ്ടാക്കണമെങ്കിൽ മിനിമം ഒന്നെങ്കിൽ ഒരു സ്ലോപ്പ്, ലൈൻ്റെ സ്ലോപ്പും അതേപോലെ ലൈൻ്റെ ഒരു ലൈൻ ആ പാസ് ചെയ്യുന്ന ഒരു പോയിന്റും കിട്ടി നമുക്ക് എന്തുണ്ടാക്കാം, ആ ലൈൻ്റെ ഇക്വേഷൻ ഉണ്ടാക്കാം. അപ്പൊ നോക്കിയേ, ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഈ ലൈൻ 1,-2 എന്ന പോയിന്റ് കൂടെ നമുക്ക് പാസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇക്വേഷൻ, നമുക്ക് ഏതൊരു ലൈൻ്റെ ഇക്വേഷൻ ആണോ വേണ്ടത് ആ ലൈൻ 1,-2 എന്ന പോയിന്റ് കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, പാസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് എന്തും കൂടി മതി, ഈ ലൈൻ്റെ സ്ലോപ്പും കൂടി മതി അല്ലേ? ഈ ലൈൻ്റെ സ്ലോപ്പും കൂടി മതി. അപ്പൊ ഈ ലൈൻ്റെ സ്ലോപ്പും കൂടി കണ്ടുപിടിച്ച് നമുക്ക് എന്തുണ്ടാക്കാം, ഈ ലൈൻ്റെ ഇക്വേഷൻ ഉണ്ടാക്കാം. അപ്പോൾ അതിന് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഈ ലൈൻ്റെ ഇക്വേഷൻ ഉണ്ടാക്കണം, സോറി ഈ ലൈൻ്റെ സ്ലോപ്പ് കാണണം. അതെങ്ങനെയാ, നമുക്ക് പഠിച്ചിട്ടുണ്ട് x-2y + 3 = 0. ഇതിനെ നമുക്ക് സ്ലോപ്പിലേക്ക് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം, നമുക്കറിയാം y = mx + c എന്ന ഫോമിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഏതൊരു ഇക്വേഷനും നമ്മൾ y = mx + c എന്ന ഫോമിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഈ m ആണ് സ്ലോപ്പ്. പറഞ്ഞാൽ എക്സിന്റെ കൂടെയുള്ള ലെഫ്റ്റ് സൈഡിലുള്ള നമ്പർ ആണ് എന്ത്, സ്ലോപ്പ്. അതുപോലെ c ആയിരിക്കും നമ്മുടെ y ഇന്റർസെപ്റ്റ്. അപ്പൊ നമുക്ക് ഇപ്പോൾ ഇവിടെ എന്ത് മാത്രം മതി, സ്ലോപ്പ് മാത്രം മതി. നമ്മൾ ആദ്യം ഈ ലൈനിന്റെ എന്ത് കാണാൻ പോവാറ് മക്കളെ, സ്ലോപ്പ് കാണാൻ പോവാണേ. നമുക്ക് വേണ്ടത് ഈ ലൈനിന്റെ സ്ലോപ്പ് ആണ്. അതിന് മുന്നേ നമ്മൾ ആദ്യം ഈ ലൈനിന്റെ സ്ലോപ്പ് കാണാൻ പോവാ. ഓക്കെ, അത് കാണാൻ പോവാണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ y മാത്രം മതി അല്ലേ. അപ്പൊ -2y മാത്രം അവിടെ വെച്ചും കൊണ്ട് മക്കളെ അങ്ങോട്ട് കൊണ്ടുപോകാം കേട്ടോ. x അങ്ങോട്ട് പോകുമ്പോൾ -x ആവും, +3 അങ്ങോട്ട് പോകുമ്പോൾ എന്താവും, -3 ആവും. പിന്നെ എന്താ വേണ്ടത്, y മാത്രല്ലേ. അപ്പൊ y മാത്രം ആവുമ്പം ഈ -2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. മക്കളെ എല്ലാവർക്കും വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ? ഫെമിനിഷക്ക് വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടെന്ന് പറയുന്നുണ്ടേ, വോയിസ് ചാറ്റിൽ ചെയ്യുന്നുണ്ടല്ലോ. ഇല്ല, ഓക്കെ. ഫെമിനിഷ അവിടെ എനിക്ക് തോന്നുന്നു മഴ എന്തെങ്കിലും കാരണത്താൽ ചെറിയ പ്രശ്നം ഉണ്ടാവും, ഇവിടെ നെറ്റിന്റെ ഇഷ്യൂ ഉണ്ടാവും, അതുകൊണ്ടായിരിക്കും. ഓക്കെ നോക്കട്ടോ. അപ്പൊ -2y = -x -3 മഴ ഉണ്ട്, അതുകൊണ്ടായിരിക്കും. കുഴപ്പമില്ല, നമ്മളെ ഈ ക്ലാസ് റെക്കോർഡാണ്, ഇപ്പോൾ പ്രശ്നമില്ല കേട്ടോ. നമുക്ക് അനുഷ മിസ്സിനോട് ജിതിൻ സാറോടെ ചോദിച്ചാൽ എന്ത് കിട്ടും, ഇതിന്റെ കറക്റ്റ് റെക്കോർഡ് വീഡിയോ കിട്ടും കേട്ടോ. ഓക്കെ, അപ്പോൾ -2y = -x -3 നമുക്ക് കിട്ടും. അപ്പോൾ y = എന്ത് കിട്ടും, ഈ -2 ഡിവൈഡ് ചെയ്യുമ്പം -x/-2 എന്നും കിട്ടും, -3 അതായത് -2 ഇങ്ങനെ കിട്ടും നമുക്ക് അല്ല. -2 ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഇതിനെന്തായി നമുക്ക് y = 1/2x + 3/2 എന്ന് കിട്ടും. y = 1/2x + 3/2 എന്ന് കിട്ടും. അപ്പൊ എന്താ, ഈ എക്സിന്റെ കൂടെ നമ്പർ എന്താ, 1/2. അപ്പോൾ 1/2 ആണ് എന്ത് നമ്മളെ സ്ലോപ്പ്, m = 1/2. ഇത് ഏതിന്റെ സ്ലോപ്പാണ് മക്കളെ, ഇതെന്ന് പറയുന്നത് നമ്മളിതാ ഈ ലൈൻ്റെ, നമ്മൾ പെർപെൻഡിക്കുലർ ആയിട്ട് പോകുന്ന ലൈൻ്റെ x - 2y + 3 = 0 ഈ ലൈൻ്റെ സ്ലോപ്പ് നമ്മൾ കണ്ടുപിടിച്ചു, എന്ത് m = 1/2 ആണെന്ന് കണ്ടുപിടിച്ചു. നമുക്ക് ഏതിന്റെ സ്ലോപ്പാണ് വേണ്ടത്, ഈ ലൈൻ്റെ സ്ലോപ്പ് വേണം അല്ലേ. ഈ ലൈനിന്റെ സ്ലോപ്പ് കിട്ടണം നമ്മൾ പഠിച്ചിട്ടുണ്ട് മക്കളെ. ഇതിന്റെ രണ്ടിന്റെ ആംഗിൾ, ഇടയിലുള്ള ആംഗിൾ എത്രയാ, 90 ഡിഗ്രി ആണ്. അപ്പൊ പെർപെൻഡിക്കുലർ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കേസ് പഠിച്ചിട്ടുണ്ടല്ലോ, ഇതിന്റെ സ്ലോപ്പ് m1 ഇതിന്റെ സ്ലോപ്പും m2 ആണെങ്കിൽ, ഇതിന്റെ സ്ലോപ്പ് m1 ഇതിന്റെ സ്ലോപ്പ് m2 ആണെങ്കിൽ മക്കളെ നമ്മൾ പെർപെൻഡിക്കുലർ ആവുമ്പോൾ കണ്ടീഷൻ എന്താ പഠിച്ചതെന്ന് പറഞ്ഞ ആരെങ്കിലും ആള്, രണ്ട് ലൈൻ പെർപെൻഡിക്കുലർ ആവുമ്പം ഒരു ലൈനിന്റെ സ്ലോപ്പ് m1 അടുത്ത ലൈനിന്റെ സ്ലോപ്പ് m2 ആണെങ്കിൽ ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ടല്ലോ. പാരലൽ ആവുമ്പോൾ ഞാൻ പറഞ്ഞുതരാം എന്താണ്, രണ്ട് ലൈനിന്റെ സ്ലോപ്പ് രണ്ട് ലൈൻ പാരലൽ ആവുമ്പോൾ രണ്ടിന്റെ സ്ലോപ്പ് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഇപ്പം നമുക്ക് പറയാം m1 = m2 എന്ന് നമുക്ക് പറയാം. രണ്ട് ലൈൻ പാരലൽ ആവുമ്പോൾ രണ്ടിന്റെ സ്ലോപ്പ് സെയിം ആവും, അതുകൊണ്ട് ഇപ്പോൾ m1 = m2 എന്ന് പറയാം. അതേ സമയത്ത് രണ്ട് ലൈൻ പെർപെൻഡിക്കുലർ ആവുമ്പോൾ നമ്മൾ എന്താ പഠിച്ചത്, പായ്സേ പറഞ്ഞേ, രണ്ട് ലൈൻ പെർപെൻഡിക്കുലർ ആവുമ്പോൾ പറയില്ല. രണ്ട് ലൈൻ പെർപെൻഡിക്കുലർ ആവുമ്പോൾ ജിതിനെ, ഗൗതം പറയില്ലെങ്കിൽ ഗൗതം പറയും. ഗൗതം രണ്ട് ലൈൻ പെർപെൻഡിക്കുലർ ആകുമ്പോഴുള്ള സ്ലോപ്പിന്റെ കണ്ടീഷൻ എന്ത് ചെയ്യുന്നടാ,
അവിടെ നിൽക്കുക, ഞാൻ പറയാം, ടൈം വെറുതെ വേണ്ട. M1 M2 ആവുമ്പോൾ M1 ഇൻറ്റു സ്ലോപ്പ് 0 ആവും. അങ്ങനെയല്ല, രണ്ട് ലൈനിൻ്റെ ഇടയിലുള്ള ആംഗിൾ 90 ആകുമ്പോൾ നമുക്ക് എന്ത് പറയാം? M1 ഇൻറ്റു M2, ആ രണ്ട് സ്ലോപ്പ് മൾട്ടിപ്ലൈ ചെയ്താൽ അത് -1 ആവും. ഇങ്ങനെ നമ്മൾ പഠിച്ചത്. പെർപെൻഡിക്കുലർ ആകുമ്പോൾ കണ്ടീഷൻ ഇതാണ്. പാരലൽ ആകുമ്പോൾ M1 ഈക്വൽ ടു M2ഉം പെർപെൻഡിക്കുലർ ആകുമ്പോൾ M1 ഇൻറ്റു M2 ഈക്വൽ ടു -1 ആയിരിക്കും. അപ്പോൾ M1 മുമ്പ് അറിയാം എത്ര, നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു, അതിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചു, എത്രയാ? 1/2. അപ്പോൾ 1/2 ആണ് ഒരു സ്ലോപ്പ്. അടുത്തത് എന്താ? M2 ഈക്വൽ ടു -1. നമുക്ക് നമ്മൾ M2 എന്ന് പറഞ്ഞാൽ എന്താ? M2 എന്ന് പറഞ്ഞാൽ ഈ പെർപെൻഡിക്കുലർ ആയി എന്ന ലൈനിൻ്റെ സ്ലോപ്പാണ് എന്ത്? M2 അല്ലേ? നമുക്ക് വേണ്ട ലൈനിൻ്റെ സ്ലോപ്പാണ് എന്ത്? M2. അപ്പോൾ ആ M2 കണ്ടുപിടിക്കുമ്പോൾ എന്ത് ചെയ്യുക? M2 ഈക്വൽ ടു -1/1/2, -1/1/2. അപ്പോൾ ഈ 2 അങ്ങോട്ട് പോകുമ്പോൾ എന്താവും? അല്ലേ, ഈ 2 മേലോട്ട് പോകുമ്പോൾ -2 എന്നാവും. അപ്പോൾ M2ൻ്റെ സ്ലോപ്പ് എന്താവും? -2. കുഴപ്പമുണ്ടോ? M2ൻ്റെ സ്ലോപ്പ് കിട്ടിയ പ്രശ്നം ഉണ്ടോ? നിങ്ങൾ ഇതുവരെ പ്രശ്നം ഉണ്ടെങ്കിൽ പറയും. M1 കണ്ടുപിടിച്ചു, അതിന് ശേഷം M1ന് പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് നമുക്കറിയാം M1 ഇൻറ്റു M2 ഈക്വൽ ടു -1 എന്നായിരിക്കും. അതുകൊണ്ട് M2 ഈക്വൽ ടു എന്തായിരിക്കും? -2 അങ്ങനെ കിട്ടും. കൃഷ്ണ എന്തോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ? ഓക്കെ മക്കളെ, അപ്പോൾ ഇനി നോക്കിയേ, നമുക്ക് ഈ ലൈനിൻ്റെ സ്ലോപ്പും കിട്ടി, പോയിന്റും കിട്ടി അല്ലേ? M2ൻ്റെ വാല്യൂ -2, സ്ലോപ്പും കിട്ടി, പോയിന്റും കിട്ടി. ഇനിയിപ്പോൾ ഉണ്ടാക്കിക്കോളാം, നമുക്ക് ഇക്വേഷൻ ഉണ്ടാക്കിക്കൂടെ? അങ്ങനെ നമ്മൾ അങ്ങനെ ഉണ്ടാക്കൽ, ഒരു XY എന്നുള്ള പോയിന്റ് ഇപ്പോൾ എടുക്കും അല്ലേ? XY എന്നുള്ള പോയിന്റ് എടുക്കും, അതിൻ്റെ സ്ലോപ്പ് കാണും. അപ്പം എന്ത് കിട്ടും? y -2 ബൈ x -1 ഈക്വൽ ടു എന്താവും? ഈ -2 ആവും അല്ലേ? y -2 ബൈ x -1 ഈക്വൽ ടു -2 ആവും. അപ്പോൾ എന്താവും അടുത്ത സ്റ്റെപ്പിൽ? y +2 ബൈ x -1 ഈക്വൽ ടു എന്താവും? -2 എന്നാവും. y +2 ബൈ x -1 ഈക്വൽ ടു -2 എന്നാവും. അപ്പോൾ y +2 എന്താവും? y +2 ഈക്വൽ ടു -2 ഇൻറ്റു x -1 അല്ലേ? ഇതങ്ങോട്ട് പോകുമ്പം -2 ഇൻറ്റു എന്താവും? x -1 ആവും. ഇനി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ? y +2 ഇവിടെ തന്നെ, ഇത് -2x -2 ഇൻറ്റു -1 +1 ആവും. ഇതിനൊക്കെ അങ്ങോട്ട് പോകുമ്പോൾ എന്താകും? നമുക്ക് ഈ ഇക്വേഷന് എല്ലാത്തിനും കൂടെ അങ്ങോട്ട് റൈറ്റ് സൈഡിലേക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ -2x + 2x ആവും. ഈ +y അവിടെ തന്നെ, പിന്നെ +2 ഉണ്ട്, ഒരു -1 ഉണ്ട് അല്ലേ? ഈക്വൽ ടു 0. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എന്തായിട്ട് മാറും മക്കളെ? 2x + y + 1 ഈക്വൽ ടു, എവിടെയും മിസ്റ്റേക്ക് പറ്റിയിടാൻ നോക്കി. ഇവിടെ -2 ഇൻറ്റു -1 എന്ന് പറയുന്നത് മക്കളെ -2 ആണ്, സോറി +2 ആണേ. എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടല്ലോ നോക്കി. -2 ഇൻറ്റു -1 എന്ന് പറയുന്നത് +2 അല്ലേ? അപ്പോൾ ഇതെന്താവും കേട്ടോ? ഇത് +2 ആവും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ 2ഉം 2ഉം ക്യാൻസൽ ആയി പോകും കേട്ടോ, ശ്രദ്ധിക്കണേ. ഇവിടെ y +2 ഇങ്ങനെ തന്നെ, -2 ഇൻറ്റു x -2x, -2 ഇൻറ്റു -1 എന്താവും? +2 ആവും. അപ്പോൾ ഈ +2ഉം +2ഉം ക്യാൻസൽ ആകുമ്പോൾ ഇക്വേഷൻ എന്താവും? y ഈക്വൽ ടു -2x. അപ്പോൾ നമ്മൾ ഇക്വേഷൻ y ഈക്വൽ ടു എന്താവും? -2x. ഇതായിരിക്കും നമ്മൾ ഇക്വേഷൻ. എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ നോക്കിയേ. നമ്മൾ സ്ലോപ്പ് കണ്ടു, ആദ്യം എന്താ കണ്ട് നമുക്ക് ആലോചിക്കുക. നമുക്ക് ഇക്വേഷൻ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ആ ലൈനിൻ്റെ സ്ലോപ്പ് അറിയണം, ഒരു പോയിന്റും വേണം മിനിമം അല്ലേ? അല്ലെങ്കിൽ 2 പോയിന്റ് കിട്ടിയാലും മതി. 2 പോയിന്റ് കിട്ടിയാൽ നമുക്ക് അറിയാം, രണ്ട് പോയിന്റ് വെച്ചിട്ട് നമുക്ക് സ്ലോപ്പ് കാണാം, പിന്നെ ഏതെങ്കിലും ഒരു പോയിന്റ് വെച്ചിട്ട് ഇക്വേഷൻ കാണാം. അപ്പം മിനിമം എന്തെങ്കിലും വേണം, ഒരു പോയിന്റും ഒരു സ്ലോപ്പും മസ്റ്റാണ് അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യം പോയിന്റ് ഓൾറെഡി മുമ്പ് ക്വസ്റ്റ്യൻ തന്നിരുന്നു, പിന്നെ എന്ത് കാണണം? സ്ലോപ്പ് കാണണം അല്ലേ? അപ്പോൾ സ്ലോപ്പ് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വേറെ ലൈൻ പോയിരുന്നു അല്ലേ? അപ്പോൾ പെർപെൻഡിക്കുലർ ലൈനിൻ്റെ സ്ലോപ്പ് കാണുക, എന്നിട്ട് M1 ഇൻറ്റു M2 ഈക്വൽ ടു -1 ചെയ്തതിന് ശേഷം M2ൻ്റെ സ്ലോപ്പ് കാണാം അല്ലേ? പിന്നെ ആ പോയിന്റ് സ്ലോപ്പും വെച്ചിട്ട് ഇക്വേഷൻ. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഫോക്കസ് ഏരിയ വെച്ചുകൊണ്ട് നമുക്ക് ഈ ചാപ്റ്ററിന് ചോദിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ക്വസ്റ്റ്യൻ അത്. കാരണം ആ M1 ഇൻറ്റു M2 ഈക്വൽ ടു -1 എന്ന് അറിയുന്നൊരു കൺസെപ്റ്റും മക്കൾക്ക് അറിയണം, ഒരു ലൈനിൻ്റെ ഇക്വേഷൻ ഉണ്ടാക്കാനുള്ള കൺസെപ്റ്റും അറിയണം അല്ലേ? ഒക്കെ കൂടെ അറിഞ്ഞാൽ മാത്രമേ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുള്ളൂ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ല, മിക്കവാറും ഒരു 4 മാർക്കിനോ അങ്ങനെയൊക്കെ ആയിട്ട് ചോദിക്കാൻ പറ്റുന്നൊരു ചോദ്യമാണിത്. അപ്പോൾ നന്നായിട്ടൊന്ന് പഠിച്ചു വെക്കുക കേട്ടോ. കുഴപ്പമുണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അക്ഷയെ ഈ പ്രശ്നം ഉണ്ടോ? ഓക്കെ, എന്നിപ്പോൾ അടുത്ത ചാപ്റ്ററിലേക്ക് പോവാം. ഓക്കെ.
മക്കളെ ഹെഡിങ് ഒക്കെ എഴുതി വെച്ചേ. കോണിക് സെക്ഷൻ, കോണിക് സെക്ഷൻ ഹെഡിങ് ഒക്കെ എഴുതി വെച്ചോളി. നെറ്റ് കുറച്ച് സീൻ ഉണ്ട് അല്ലേ? പ്രശ്നമില്ല, നമുക്ക് ഇത് റെക്കോർഡ് ചെയ്യേണ്ട എന്തായാലും. അപ്പം ആദ്യം നമുക്ക് കേൾക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ചോദിക്കുക. എന്നിട്ട് റെക്കോർഡ് ക്ലാസ്സും കൂടി കാണുമ്പോൾ ക്ലിയർ ആയിക്കോളൂ. ഓക്കെ മക്കളെ, എടാ നിങ്ങളെ കയ്യിൽ വേണ്ട ടെക്സ്റ്റ് ബുക്കിൻ്റെ ആവശ്യമില്ല. എൻ്റെ ടെക്സ്റ്റ് ബുക്കിൻ്റെ കൂടി അയച്ചു തരാം, ഫോട്ടോ അയക്കാം. മക്കൾ കോണിക് സെക്ഷൻ എന്നുള്ള പേര് കേൾക്കുമ്പോൾ എന്തെങ്കിലും മനസ്സിലേക്ക് വരുന്നുണ്ടോ? അല്ലെങ്കിൽ മുന്നേ ആ പേര് എവിടെയും കേട്ടിട്ടുണ്ടോ? ഉണ്ടടാ, കേട്ടിട്ടുണ്ടോ കോണിക് സെക്ഷൻ എന്ന് കേൾക്കുമ്പോൾ? കോണിക് സെക്ഷൻ കോൺ എന്ന് കേട്ടില്ലേ നിങ്ങള്? കോൺ 10ലൊക്കെ പഠിച്ചിട്ടുണ്ടാവുമല്ലോ കോൺ എന്നുള്ളത്, പഠിച്ചില്ലേ? ആ, അപ്പം ആ കോണിൻ്റെ സെക്ഷൻസ്, ആ കോൺ നമുക്ക് പല രീതിയിൽ കട്ട് ചെയ്യുമ്പം പല സെക്ഷൻസ് കിട്ടും. അതാണ് കോണിക് സെക്ഷൻസ്. അപ്പോൾ അത് ശരിക്കും നിങ്ങൾക്ക് സർക്കിളും പാരാബോളയും എലിപ്സ് ഹൈപ്പർബോള 4 സംഭവം പഠിക്കാണ്ടായിരുന്നു. നമ്മൾ ആ കോണിനെ 4 ഡിഫറെൻറ്റ് രീതിയിൽ കട്ട് ചെയ്യുമ്പോൾ ഈ 4 ഷേപ്പിൽ കിട്ടും. കോണൊക്കെ ആകുമ്പോൾ കോൺ നമ്മൾ ബേസിൽ നിന്ന് പാരലായും കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? സർക്കിൾ കിട്ടും അല്ലേ? അതേപോലെ നമ്മൾ ചരിച്ച് കട്ട് ചെയ്യുമ്പോൾ പാരാബോള അതുപോലെ എലിപ്സ് നമുക്ക് കിട്ടും. അപ്പോൾ മക്കൾക്ക് ഇപ്പോൾ ഈ ചാപ്റ്ററിൽ ശരിക്കും സർക്കിളും പാരാബോളും എലിപ്സും ഹൈപ്പർബോളും പഠിക്കേണ്ടിയിരുന്നു. ഫോക്കസ് ഏരിയ വന്നുകൊണ്ട് ആ സർക്കിളും ഫസ്റ്റത്തെ അവസാനത്തെയും ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. സർക്കിളും പഠിക്കേണ്ട, ഹൈപ്പർബോളും പഠിക്കേണ്ട, എലിപ്സും പാരാബോളും മാത്രം പഠിച്ചാൽ മതി. അപ്പോൾ അത് എളുപ്പമുള്ള ചാപ്റ്ററാണ്, ഒന്നും അങ്ങനെ കാര്യമായിട്ട് പറയാനില്ല. ഒക്കെ ആ ഫിഗർ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് കിട്ടാവുന്ന ഒരു ചാപ്റ്ററാണ്. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എവിടേക്ക് പോവാം? പാരാബോളയിലേക്ക് പോവാം. ഹെഡിങ് ഒക്കെ എഴുതിയേ. കോണിക് സെക്ഷൻ കഴിഞ്ഞിട്ട് പാരാബോള കേട്ടോ. കോണിക് സെക്ഷൻ, പാരാബോള, പാരാബോള. മക്കളെ പാരാബോള എന്ന് വേറെ എവിടെയും കേട്ടിട്ടുണ്ടോടാ? ഫിസിക്സിൽ കേട്ടിട്ടുണ്ടാവുമല്ലോ പാരാബോള അല്ലേ? കേട്ടില്ലേ? ഫിസിക്സിൽ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഉണ്ട്, പാരാബോള എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല അല്ലേ? ആ ഉണ്ട്. ആവോ ആ. അപ്പം അതിൻ്റെ ഷേപ്പൊക്കെ എങ്ങനെയായിരുന്നു? ഇങ്ങനെയുള്ള സാധനം അല്ലായിരുന്നോ? അല്ലേ? ആ, അപ്പം ഇതുപോലുള്ള ഷേപ്പാണ് എന്ത്? പാരാബോള അല്ലേ? അപ്പം ഈ ഒരു ഷേപ്പിനെ ഞാൻ പറഞ്ഞ് പാരാബോളയിൽ നമുക്കൊക്കെ 4 ഫിഗർ പഠിക്കാനുണ്ട്. 4 ഫിഗർ. അപ്പോൾ 4 ഫിഗർ ഒന്നുമില്ല. അപ്പം ഈ ഫിഗർ ഇങ്ങനെ, ഈ പാരാബോള അപ്പോൾ ഇങ്ങനെ വരയ്ക്കുക, അതുപോലെ ഇങ്ങനെ വരയ്ക്കുക അല്ലേ? പിന്നെ താഴോട്ടേക്ക് ഇങ്ങനെ വരയ്ക്കുക. ഇതാണ് നമ്മളെ 4 ഫിഗർ. ഈ 4 സംഭവങ്ങൾ, ഈ 4 ഫിഗർ എങ്ങനെ എപ്പം വരുന്നു പഠിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ടോപ്പിക്ക് പാരാബോള എന്നുള്ള ടോപ്പിക്ക് എളുപ്പമാവും. അപ്പോൾ ആ ഫിഗർ എങ്ങനെയൊക്കെ, ആ ഫിഗറിൻ്റെ കണ്ടീഷൻസ് ഒക്കെ വൃത്തിയായിട്ട് ഇപ്പോൾ പറഞ്ഞു തരാം. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ മക്കൾ ആദ്യം പഠിക്കേണ്ടത് എങ്ങനെയാണ് പാരാബോള ഉണ്ടാക്കുന്നത്, നമുക്ക് പാരാബോള എങ്ങനെയാണ് ഇവിടെ ഫോം ചെയ്യുന്നത്, ആ ഷേപ്പ് എങ്ങനെ കിട്ടുന്നതെന്ന് കറക്റ്റ് പഠിക്കുക. അപ്പോൾ ആ ഒരു കൺസെപ്റ്റിൽ തന്നെ ഇപ്പോൾ കുറേ പ്രോബ്ലം ചെയ്യാൻ പറ്റും. നോക്കുക, നമുക്കൊരു ഫിക്സ്ഡ് ലൈൻ ഉണ്ട്. അല്ല, അതിൻ്റെ പേരൊക്കെ പറഞ്ഞുതരാം. നമുക്കൊരു ഫിക്സ്ഡ് ലൈൻ ഉണ്ട്, അതുപോലെ നമുക്കൊരു ഫിക്സ്ഡ് പോയിന്റ് ഉണ്ട്. മക്കളെ, ഒരു ഫിക്സ്ഡ് ലൈനും ഉണ്ട്, നമുക്കൊരു ഫിക്സ്ഡ് പോയിന്റും ഉണ്ട്. ശ്രദ്ധിച്ച് കേൾക്കണേ. നമുക്ക് പാരാബോള നമ്മൾ ഉണ്ടാക്കാൻ പോവാണ്. ഫിക്സ്ഡ് ലൈനും ഉണ്ട്, ഫിക്സ്ഡ് പോയിന്റും ഉണ്ട്. എന്നിട്ട് മക്കളെ, ഈ ഫിക്സ്ഡ് ലൈനിൽ നിന്ന് നമ്മളൊരു പ്രത്യേക ലെങ്ത് ഇങ്ങോട്ട് എടുത്തിട്ടോ, ഇപ്പം നമുക്കൊരു 4 സെൻറ്റിമീറ്റർ എടുത്ത് വിചാരിക്കുക, ഒരു 4 സെൻറ്റിമീറ്റർ. അതുപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് എന്തെടുക്കുക? 4 സെൻറ്റിമീറ്റർ എടുക്കുക. അപ്പം നമുക്ക് എന്ത് കിട്ടും? ഒരു പോയിന്റ് കിട്ടും അല്ലേ? ഒരു പോയിന്റ് കിട്ടുക അവിടെ നിന്നോട്ടെ. അപ്പം നമ്മൾ എന്താ ചെയ്തത്? ഇവിടെ നിന്ന് ഈ ഫിക്സ്ഡ് ലൈനിൽ നിന്ന് ഇങ്ങോട്ടൊരു ഡിസ്റ്റൻസ് എടുത്തു. ആ ഡിസ്റ്റൻസ് തന്നെ ആവണം എവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കേണ്ടത്? ഈ ഫിക്സ്ഡ് പോയിന്റിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് എടുക്കേണ്ടത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസും എപ്പോഴും എന്തായിരിക്കണം? ഈക്വൽ ആവണം. അതുപോലെ ഞാൻ വേറൊരു ഡിസ്റ്റൻസ് എടുക്കുക കേട്ടോ. ഇവിടെ നിന്ന് ഇപ്പോൾ ഒരു 4 എടുത്തത്,
അതുപോലെ ഒരു 3 3 എടുക്കുക കേട്ടോ. ഒരു 3 ഇവിടെ ഇങ്ങനെയും ഒരു 3 ഇങ്ങനെ എടുക്കുകയാണേ. അപ്പം നമുക്ക് വേറൊരു പോയിന്റ് കിട്ടി. ഇതേപോലെ 2 എടുക്കുകയാണെങ്കിൽ ഇത് ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് വേറൊരു പോയിന്റ് ഇങ്ങനെ കിട്ടും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഫിക്സ്ഡ് ലൈനിൽ നിന്ന് ഒരു പ്രത്യേക ലെങ്ത്, എത്ര ലെങ്ത് ആണോ എടുത്തത് ആ ലെങ്ത് തന്നെ ആയിരിക്കണം ഫിക്സ്ഡ് പോയിന്റിൽ നിന്ന് എടുക്കേണ്ടത്. അപ്പോൾ ഈ 2 ലെങ്ത് എന്തായിരിക്കണം, ഈക്വൽ ആണോ. ഫിക്സ്ഡ് ലൈനിൽ നിന്നും ഫിക്സ്ഡ് പോയിന്റിൽ നിന്നും എടുക്കുന്ന ലൈൻ എന്താവണം, ഈക്വൽ ആണോ. അങ്ങനെ ഈക്വൽ ആയി ഇങ്ങോട്ട് കുറേ പോയിന്റ് ഇങ്ങനെ കിട്ടും. കുറേ പോയിന്റ് ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ആ കിട്ടുന്ന പോയിന്റൊക്കെ മക്കളെ നമ്മൾ ജോയിൻ ചെയ്യിപ്പിച്ചാൽ, ആ കിട്ടുന്ന പോയിന്റൊക്കെ ഇങ്ങനെ ജോയിൻ ചെയ്യിപ്പിച്ചാൽ നമുക്ക് കിട്ടുന്ന ഷേപ്പാണ് എന്ത്, പെരാബോള. ആ കിട്ടുന്ന ഷേപ്പാണ് എന്ത്, പെരാബോള. ആ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആരെങ്കിലും? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? പറയ്. കാരണം അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ചെറിയൊരു കൺസെപ്റ്റ് തന്നെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ചാപ്റ്ററിൽ ഫുൾ മാർക്ക് മേടിക്കാം. ഇല്ല, എന്തേ പറഞ്ഞിട്ടുള്ളൂ, ഈ ഒരു ഫിക്സ്ഡ് ലൈൻ ഉണ്ട്, ഒരു ഫിക്സ്ഡ് പോയിന്റ് ഉണ്ട്, അവിടെ നിന്ന് 2 ഈക്വൽ ലെങ്ത് എടുത്ത് കിട്ടുന്ന പോയിന്റൊക്കെ ജോയിൻ ചെയ്യിപ്പിച്ചുമ്പോൾ എന്ത് കിട്ടും, പാരബോള കിട്ടും. മക്കൾ ആ ഫിക്സ്ഡ് ലൈനിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ഡയറക്ട്രിക്സ്. ഡയറക്ട്രിക്സ് എന്ന് പറഞ്ഞ പേര്. ആ ഫിക്സ്ഡ് ലൈനിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ഡയറക്ട്രിക്സ്. അതുപോലെ വോയിസ് കട്ടാവുന്നത് എനിക്ക് തോന്നുന്നു നമ്മളവിടെ മഴേൻ്റെയോ അങ്ങനെ എന്തെങ്കിലും ചെറിയ പ്രശ്നം, നെറ്റിൻ്റെ ഇഷ്യൂ ഉള്ളതാവും. എന്തായാലും പേടിക്കേണ്ട, നല്ല നമ്മൾ ഈ ക്ലാസ് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഫുൾ വീഡിയോ നമുക്ക് കിട്ടും കേട്ടോ. കിട്ടാത്തത് മക്കളെ ചോദിക്കണം കേട്ടോ. അനുഷ മിസ്സിനോടോ ജിതിൻ സാറോടോ ചോദിക്കണേ, ചെറുക്കിങ്ങനെ ക്ലാസ് കിട്ടിയിട്ടില്ല, അപ്പോൾ റെക്കോർഡ് ക്ലാസ് ചോദിക്കണം. ഓക്കെ. അപ്പോൾ ആ ഫിക്സ്ഡ് ലൈനിൻ്റെ പേരാണ് എന്ത്, ഡയറക്ട്രിക്സ്. അതുപോലെ നമ്മളൊരു ഫിക്സ്ഡ് പോയിന്റിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ആ ഫിക്സ്ഡ് പോയിന്റിൻ്റെ പേരാണ് മക്കളെ എന്ത്, ഫോക്കസ്. ഫോക്കസ്. ആ പോയിന്റിൻ്റെ പേര് ഫോക്കസും ആ ലൈനിൻ്റെ പേരും എന്താണ്, ഡയറക്ട്രിക്സും. ഓക്കെ. ഇനി എന്ത് ചെയ്യും മക്കൾ, ആ ഫോക്കസിലൂടെ നമുക്കൊരു ലൈൻ ഇങ്ങനെ പാസ് ചെയ്യും. ഒരു ലൈൻ ഇങ്ങനെ പാസ് ചെയ്യും. നമ്മൾ എക്സ് കേട്ടോ, നമ്മൾ എക്സ് പോലെ ലൈൻ ഇങ്ങനെ പാസ് ചെയ്യും. അതുപോലെ ഒരു ലൈൻ ഇതെങ്ങനെയും പാസ് ചെയ്യും. ഇവിടെ ടച്ച് ചെയ്യുന്ന പോയിന്റില്ല, ആ ടച്ച് ചെയ്യുന്ന പോയിന്റിൽ കൂടെ ജസ്റ്റ് ഇതാ ഇങ്ങനെ ടച്ച് ചെയ്ത് ഇങ്ങോട്ടില്ല പോയി ലൈൻ ഇങ്ങനെയും പോകും. അതൊന്നുമില്ല, ഇത് നമ്മളെ വൈ ആക്സ്, നമ്മളെ എക്സിലിടാം, വൈ ആക്സും നമ്മൾ എക്സ് ആക്സും അപ്പം അങ്ങോട്ട് പോയത്, എക്സ് ആക്സും വൈ ആക്സും അങ്ങോട്ട് പോയി. അപ്പം ആ ഇവിടെ എല്ലാം കൂടി കൂട്ടിമുട്ടുന്ന ഒരു പോയിന്റ് ഉണ്ടല്ലോ, അതിനെ പേരാണ് നമ്മൾ വെർട്ടെക്സ് എന്ന് പറയും കേട്ടോ മക്കളെ. വെർട്ടെക്സ് അല്ലേ, വെർട്ടെക്സ്. മക്കൾ ആ വെർട്ടെക്സിൻ്റെ കോർഡിനേറ്റ് എന്താവും നമുക്ക് അറിയാൻ പറ്റുമല്ലോ. ആ വെർട്ടെക്സിൻ്റെ കോർഡിനേറ്റ് എന്താവും ഇവിടെ, ഭയങ്കര ആള്, ആ വെർട്ടെക്സിൻ്റെ കോർഡിനേറ്റ് എന്താവും 0,0 അല്ലേ. കാരണം നമ്മൾ ഒറിജിൻ ആണത്, ഒറിജിൻ ആയതുകൊണ്ട് വെർട്ടെക്സിൻ്റെ ആ കോർഡിനേറ്റ് എന്ന് പറയുന്നത് 0,0 ആയിരിക്കും. ഓക്കെ. അപ്പോൾ അതും അറിയാം. ഇപ്പോൾ ഡയറക്ട്രിക്സ് കിട്ടി അല്ലേ, ഫോക്കസ് നമുക്കൊക്കെ എന്താ മനസ്സിലായി, വെർട്ടെക്സ് കിട്ടി. ഇതാണ് ആക്സിസ് കേട്ടോ, ഇതാണ് ആക്സിസ്, ഇവിടെ വരച്ചതാണ് എന്ത്, ആക്സിസ്. ഓക്കെ. ഇനി നമുക്ക് അടുത്ത ചോദ്യം, ഈ ലെങ്ത് എ ആണെങ്കിൽ അല്ലേ, ഈ ലെങ്ത് എ ഫോക്കസിന്റെ ലെങ്ത് ആട്ടോ, ഫോക്കസ് ലെങ്ത്, ആ ഒരു ലെങ്ത് നമുക്ക് എ എന്ന് വിളിക്കുകയാണെങ്കിൽ മക്കളെ ഈ കോർഡിനേറ്റ് എന്താ ഇവിടെ, ഈ കോർഡിനേറ്റ് എന്താവും ഇവിടെ, പറയ് എടാ. ആ ലെങ്ത് എ ആണെങ്കിൽ ആ കോർഡിനേറ്റ് എന്താവും, അയ്യോ എന്താ നിങ്ങളെ കഥ, 10-15. A,0 A,0 ആയിരിക്കും എന്ത്, ആ ലെങ്ത് അല്ല സോറി, അതിന്റെ കോർഡിനേറ്റ്. അപ്പൊ നമുക്ക് മനസ്സിലായി ഈ ലെങ്ത് എന്താണ്, എ ആണ് മക്കളെ. അപ്പൊ ഈ ലെങ്ത് എന്താ അവിടെ, ഈ ലെങ്ത് ഞാൻ പോയിന്റ് ഇടാം കേട്ടോ. ഇത് O, ഇത് B, ഇത് A. ഈ പോയിന്റ് A വിളിക്കുക കേട്ടോ. അതാണ് മക്കളെ, നമ്മളിപ്പോ OAന്റെ ലെങ്ത് എ എന്ന് പറഞ്ഞു. അതിനാണ് AB ലെങ്ത് എന്താവും, AB ലെങ്ത് എന്താവും എന്ന് പറഞ്ഞേ. AB ലെങ്ത് എന്താവും പറയടാ. ഡിയോ, എന്താ ഡി, എന്താ ഡി ഇപ്പൊ എവിടുന്ന വന്നേ, -0. ആ ബിന്റെ കോർഡിനേറ്റ് -2,0. ഓക്കെ. അതല്ല AB ലെങ്ത് എന്താവും, AB ലെങ്ത് എ എവിടെയാണ്, ഈ ക്യാപിറ്റൽ എ എവിടെയും ബി എവിടെയും, ആ AB ലെങ്ത് എന്താവും, ലെങ്ത്
ആലോചിക്കുക. നമ്മള് ഫസ്റ്റ് ഇട്ട് പറഞ്ഞ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി നമുക്ക് സുഖമായിട്ട് എ ബിയുടെ ലെങ്ത് കിട്ടും. എ ബിന്റെ ലെങ്ത് ആരെങ്കിലും എ ബിന്റെ ലെങ്ത് എടാ 4 എവിടുന്ന വന്നേ? 4A അതൊക്കെ ഇവിടുന്ന് വന്നേ? ഓക്കെ കിട്ടി. എനിക്ക് വേണ്ട ആൻസർ കിട്ടി. എടാ മക്കളത് ഇത് ആലോചിച്ച് നോക്കണം. നമ്മൾ എന്താ പറഞ്ഞത്? ഈ പരാബോളയിലുള്ള ഏത് പോയിന്റ് എടുക്കുകയാണെങ്കിലും, ഞാൻ ഇപ്പൊ ഇവിടുത്തെ ഒരു പോയിന്റ് എടുക്കുകയാണേ, ഏത് പോയിന്റ് എടുക്കുകയാണെങ്കിലും ഈ പോയിന്റ് നമ്മുടെ ഫോക്കസ് ആ പോയിന്റിലേക്കുള്ള ലെങ്ത്തും ഡയറക്ട്രിക്സ് നമ്മളെ പരാബോളയിലേക്കുള്ള ലെങ്ത്തും പരാബോളയിൽ നമ്മൾ ഏത് പോയിന്റ് എടുക്കുകയാണെങ്കിലും ഫോക്കസ് ആ പോയിന്റിലേക്കുള്ള ലെങ്ത്തും ഡയറക്ട്രിക്സ് ആ പോയിന്റിലേക്കുള്ള ലെങ്ത്തും എന്താണ്? ഈക്വൽ ആണ്. അത് നമ്മൾ പഠിച്ചത് അല്ലേ? ഫോക്കസ് ആ പരാബോളയിലേക്കുള്ള ലെങ്ത്തും ഡയറക്ട്രിക്സ് ആ പരാബോള ആ പോയിന്റിലേക്കുള്ള ലെങ്ത്തും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. മക്കളത് നോക്കിയേ. നമ്മൾ ഇവിടെ എടുത്ത ഈ എ എന്നുള്ള പോയിന്റ് എവിടുത്തെ പോയിന്റാ? പരാബോളത്തെ പോയിന്റ് അല്ലേ? അപ്പം ഓന്ന് എയിലേക്കുള്ള ഡിസ്റ്റൻസും ഈ ഡയറക്ട്രിക്സ് ഈ എയിലേക്കുള്ള ഡിസ്റ്റൻസും ഈക്വൽ അല്ലേ? നോക്കിയേ, ഈ എടുത്ത എ എന്നുള്ള പോയിന്റ് നമ്മൾ ഇതുപോലെ എടുത്ത ഒരു പോയിന്റ് ആണ് ഏത്തെ പോയിന്റും. അപ്പം ഓന്ന് എയിലേക്കുള്ള ഡിസ്റ്റൻസും ഈ ബി ഡയറക്ട്രിക്സ് എയിലേക്കുള്ള ഡിസ്റ്റൻസും ഈക്വൽ ആവൂലേ? ആവൂലേ? പറയും. ക്ലിയർ ആയില്ലെങ്കിൽ ഒന്നുകൂടി പറയും. ആവൂലേ? ഓന്ന് എയിലേക്കുള്ള ഡിസ്റ്റൻസും ബി എയിലേക്കുള്ള ഡിസ്റ്റൻസും ഈക്വൽ ആവില്ലടാ. ഒന്നുകൂടെ ക്ലിയർ ആയില്ല. ഓക്കെ നോക്കൂട്ടോ, ഒന്നുകൂടി പറയാം. നോക്കൂട്ടോ, നമ്മളെന്താ പറഞ്ഞ, ഇവിടെ ഒരു പോയിന്റ് എടുക്കുകയാണെങ്കിൽ ഈ ഓന്ന് ഇവിടേക്കുള്ള ഡിസ്റ്റൻസും ഈ പോയിന്റ് ഈ ഡയറക്ട്രിക്സ് ഫോക്കസ് ഇവിടേക്കുള്ള ഡിസ്റ്റൻസും ഡയറക്ട്രിക്സ് ഇവിടേക്കുള്ള ഡിസ്റ്റൻസും എന്താണ്? എപ്പോഴും എന്താണ്? ഈക്വൽ ആണ്. ഈ പരാബോളത്തെ ഏത് പോയിന്റ് എടുക്കുകയാണെങ്കിലും ആ പോയിന്റ് ഫോക്കസിലേക്കുള്ള ഡിസ്റ്റൻസും ഡയറക്ട്രിക്സിലേക്കുള്ള ഡിസ്റ്റൻസും എന്തായിരിക്കും? എപ്പോഴും ഈക്വൽ ആയിരിക്കും. അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചത്? അല്ലടാ, അങ്ങനത്തെ പോയിന്റ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിച്ചത്? പരാബോള കണ്ടുപിടിച്ചത്. അപ്പൊ ഇവിടെ നോക്കി, ഇവിടെ എ എന്നുള്ള പോയിന്റ് എടുക്കുകയാണെങ്കിൽ അവിടുന്ന് ഫോക്കസിലെ ഡിസ്റ്റൻസ് നമുക്ക് അറിയാം എന്താണ്? എ ആണ്. അപ്പൊ അവിടുന്ന് ഡയറക്ട്രിക്സിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ത് തന്നെയായിരിക്കും? എ തന്നെ ആവൂലേ? ഇപ്പോഴും ക്ലിയർ ആയില്ലേ? ആവും. ഓക്കെ. അപ്പം ഇത് എ ആണെങ്കിൽ ഇതും എ തന്നെ ആയിരിക്കും അല്ലെ? ഇത് എ ആണെങ്കിൽ ഇതും എ തന്നെ ആയിരിക്കും. കറക്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ മക്കളെ ഈ പോയിന്റിന്റെ കോർഡിനേറ്റ് പറഞ്ഞേ. ഈ ബി എന്നുള്ള പോയിന്റ് കോർഡിനേറ്റ് പറഞ്ഞേ. ആ ബി എന്ന് പറഞ്ഞ പോയിന്റിന്റെ കോർഡിനേറ്റ് എടാ, ആരെങ്കിലും ആൾ പറയും. ഞാൻ പറയും. ഈ ബി എന്ന് പറഞ്ഞ പോയിന്റിന്റെ കോർഡിനേറ്റ് A,0 ആണോ? അല്ല, മൈനസ് A,0. എടാ ലെഫ്റ്റിലേക്കല്ലേ? ഇത് നമ്മളെ വൈ ആക്സിസാ. വൈ ആക്സിൻ റൈറ്റിലേക്ക് പോസിറ്റീവും ലെഫ്റ്റിലേക്ക് നെഗറ്റീവും അല്ലേ? അപ്പൊ മൈനസ് A,0 ആയിരിക്കും ബിന്റെ കോർഡിനേറ്റ്. -A,0. ഓക്കെ മക്കൾ, ഈ -A,0 എന്ന പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ഈ ലൈന് -A,0 എന്ന പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ഈ ലൈനിന്റെ ഇക്വേഷൻ എന്താന്ന് പറഞ്ഞു നോക്കി. -A,0 എന്ന പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ഈ ലൈനിന്റെ ഇക്വേഷൻ, ചുരുക്കി പറഞ്ഞാൽ ഡയറക്ട്രിക്സിന്റെ ഇക്വേഷൻ എന്തായിരിക്കും? പറയ്. ഡയറക്ട്രിക്സിന്റെ ഇക്വേഷൻ എന്തായിരിക്കും? പറയടാ. പറയുന്നില്ല. ഇത് പറഞ്ഞു തന്നാല് നമുക്ക് വൈ ആക്സിസ് ഉണ്ട്. ക്വസ്റ്റ്യൻ കൂടി പറയാം. ക്വസ്റ്റ്യൻ ഇതായിരുന്നു, -A,0 എന്ന പോയിന്റിലൂടെ നമ്മുടെ ലൈൻ പോകുന്നുണ്ട്. ആ ലൈനിന്റെ പേരാണ് എന്ത്? ഡയറക്ട്രിക്സ്. അപ്പോൾ ആ ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ. ആ ലൈനിന്റെ ഇക്വേഷൻ എന്താവും? -A,0 എന്ന പോയിന്റിലൂടെയാണ് ആ ലൈൻ പാസ് ചെയ്യുന്നത്. അതും വൈ ആക്സിന് പാരലൽ ആയിക്കൊണ്ടാണ് പാസ് ചെയ്യുന്നത്. വൈ ആക്സിന് പാരലൽ ആയിക്കൊണ്ട് -A,0 എന്ന പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ലൈനിന്റെ ഇക്വേഷൻ. അപ്പോൾ ഇതൊന്ന് ആലോചിച്ചു. ഇത് നമ്മൾ എക്സ് ആക്സും വൈ ആക്സും. ഇത് 2,0 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ 2,0 ഈ വൈ ആക്സിന് പാരലൽ ആയിക്കൊണ്ട് ഇങ്ങനെ വരയ്ക്കുന്ന ലൈനിന്റെ ഇക്വേഷൻ എന്താ പറയാ?
എന്താ പറയുക, ഇതൊക്കെ നമ്മൾ ഇപ്പം കഴിഞ്ഞ ചാപ്റ്ററിൽ സ്ട്രേറ്റ് ലൈനിൽ പഠിച്ചിട്ടുള്ളൂ. വൈ ആക്സിന് പാരലൽ കൊണ്ട് 2,0 പാസ് ചെയ്യുന്ന ലൈൻ്റെ ഇക്വേഷൻ എന്താ അവിടെ? അതെങ്കിലും ഒരാൾ പറയും. സീറോയോ? ലൈൻ്റെ ഇക്വേഷൻ സീറോ ആവോ? ലൈൻ്റെ ഇക്വേഷനാണ് ചോദിച്ചത്. ലൈൻ്റെ ഇക്വേഷൻ y = 2 അല്ല. നല്ലോണം ശ്രദ്ധിച്ചു നോക്ക്. നല്ലോണം നോക്ക് മക്കളെ. -4ax ഒന്നല്ല. അതൊക്കെ ഇപ്പോൾ എവിടുന്ന വന്നത്? x = -a. x = -a. കറക്റ്റ്. x = -a. നോക്കട്ടെ മക്കളെ, ഇവിടെ ഇത് -a,0 പോവുകയാണെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് x = -a. എടാ ഇത് നോക്ക്, ഇവിടെ നോക്ക്. ഇത് 2,0. ഈ ലൈനിൽ എവിടെ എടുക്കുകയാണെങ്കിലും ഇത് ഈ പോയിന്റോ ഏത് പോയിന്റ് എടുക്കുകയാണെങ്കിലും ഇതിൻ്റെ ഒക്കെ എക്സ് കോർഡിനേറ്റ് 2 അല്ലേ? ആണോ? ഇതിൻ്റെ ഒക്കെ എക്സ് കോർഡിനേറ്റ് 2 അല്ലടാ? പറയേ. ഈ വൈ എക്സിന് പാരലായി പോകുന്ന 2,0 വരയ്ക്കുന്ന ഈ ലൈനിന്റെ ഏത് പോയിന്റ് എടുക്കുകയാണെങ്കിലും അതിൻ്റെ ഒക്കെ എക്സ് കോർഡിനേറ്റ് 2,0 അല്ലേ? ആണോ? അപ്പോൾ നോക്കിയേ, അപ്പം നമുക്ക് പറഞ്ഞൂടെ ഈ ലൈനിന്റെ ഇക്വേഷൻ x = 2 എന്ന് പറഞ്ഞൂടെ? നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. സ്ട്രേറ്റ് ലൈനിൽ നമ്മൾ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ലൈൻസ് ഒരു ടോപ്പിക് പഠിച്ചിട്ടുണ്ട്. അതിൽ പറഞ്ഞിട്ടുണ്ട് മുമ്പ്, കുത്തൻ എങ്ങനെ ഐ എക്സിന് പാരലായി വരയ്ക്കുന്ന കാര്യമാണെങ്കിൽ അതിൻ്റെ എക്സ് കോർഡിനേറ്റ് എപ്പോഴും 0 ആയിരിക്കും. എക്സ് കോർഡിനേറ്റ് എപ്പോഴും ഈക്വൽ ആയിരിക്കും. അപ്പോൾ x = 2 ആ പോയിന്റ്. അതുപോലെ നമുക്ക് വേണമെങ്കിൽ എന്താ പറയാൻ നമുക്ക് ഇപ്പോൾ ഇവിടെ അല്ലേ, -a പോവായതുകൊണ്ട് നമുക്ക് പറയാം x = -a. അപ്പോൾ x = -a ആണ് എന്ത്? ഈ ഡയറക്ട്രിക്സിന്റെ ഇക്വേഷൻ. x = -a ആണ് എന്ത്? ഡയറക്ട്രിക്സിന്റെ ഇക്വേഷൻ. അപ്പോൾ അതുപോലെ നോക്കി ഇവിടെ ഞാൻ പറയാണ്, ഇവിടെ -3 എന്ന പോയിന്റിലൂടെ x ആക്സിന് പാരലായി കൊണ്ട് വരയ്ക്കുന്ന ലൈനാണ് 0,-3 എന്ന ലൈനിലൂടെ x ആക്സിന് പാരലായി കൊണ്ട് വരയ്ക്കുന്ന ലൈൻ്റെ ഇക്വേഷൻ പെട്ടെന്ന് പറഞ്ഞേ. ആ ലൈൻ്റെ ഇക്വേഷൻ 0,-3 എന്ന പോയിന്റിലൂടെ x ആക്സിന് പാരലായി താഴത്തു കൂടെ പോവാ. അപ്പോൾ ലൈൻ്റെ ഇക്വേഷൻ എന്താവും? ഈ ലൈൻ്റെ ഇക്വേഷൻ മറ്റേ പറഞ്ഞ പോലെ തന്നെ ഇവിടെ എന്താണോ ഈക്വൽ ആവുന്നത് അത് = 2 എന്ന് ഇടുമ്പോൾ അതുപോലെ ഇവിടെ എന്താണോ ഈക്വൽ ആവുന്നത് നോക്കുക. എന്താ ഇക്വേഷൻ ഉണ്ടാക്കുക? y = -3. ഓക്കെ, എക്സ് അല്ല y നോക്കി, എക്സ് അല്ല y. അതെ, y = -3 ആയിരിക്കും എന്ത്? ഈ ലൈൻ്റെ ഇക്വേഷൻ. ഓക്കെ, കുഴപ്പമില്ല. അപ്പോൾ അത് മനസ്സിലായി. അപ്പോൾ നമ്മളിവിടെ എന്തൊക്കെ പഠിച്ചു? ഫോക്കസ് a,0 ആണെന്ന് പഠിച്ചു അല്ലേ? ഫോക്കസ് a,0 എന്ന് പഠിച്ചു. ഡയറക്ട്രിക്സിൻ്റെ ഇക്വേഷൻ x = -a എന്ന് പഠിച്ചു. പിന്നെ എന്താ പഠിച്ചത്? ഒരു പോയിന്റ് എടുക്കുകയാണെങ്കിൽ അല്ലേ, നമ്മൾ ഡയറക്ട്രിക്സിനും ഫോക്കസൊന്നും ഈക്വൽ ആയിട്ടുള്ള ഡിസ്റ്റൻസ്, ഇതൊക്കെ രണ്ടും ഈക്വൽ ആണെന്ന് പഠിച്ച് ഓർത്തൊക്കെ ഉണ്ട്. എപ്പോഴും ഈ ലെങ്ത്തൊക്കെ എപ്പോഴും എന്താണെന്ന് ഓർത്ത് വെക്കുക? ഈക്വൽ ആണെന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ഇത്രയും ഓക്കെ എന്ന് വിചാരിക്കുന്നു അല്ലേ മക്കളെ? ഇങ്ങനെ വരയ്ക്കുന്ന പാരാബോളിൻ്റെ ഈ ഷേപ്പ് എന്ന് പറയുന്നത് നമ്മൾ റൈറ്റ് സൈഡിൽ അല്ലേ വെർട്ടെക്സ്, ഇത് വെർട്ടെക്സ് അല്ല, ഈ വെർട്ടെക്സ് ഒറിജിനൊക്കെ ആയിക്കൊണ്ട് വരയ്ക്കുന്ന പാരാബോളിൻ്റെ ഇക്വേഷനാണ് എന്ത്? y² = 4ax. y² = 4ax. ഇങ്ങനെ വരയ്ക്കുന്ന ഏത് പാരാബോളിൻ്റെയും ജനറൽ ഫോം എന്ന് പറയുന്നത് എന്താണ്? y² = 4ax. ഇതെങ്ങനെയാണ് പഠിച്ചു വെക്കേണ്ടതെന്ന് വെച്ചാൽ മക്കൾ നോക്കേണ്ടത്, ഒരു പാരാബോള കിട്ടിയാൽ ആദ്യം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ അത് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടുകയാണെങ്കിലേ ഈ ഇക്വേഷൻ കിട്ടിയാൽ നമുക്ക് ഈ പിക്ചർ വരയ്ക്കാൻ പറ്റണം. ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഇത് ഇങ്ങനെ 4 തരത്തിലായിരിക്കും നമുക്ക് പാരാബോള ഉണ്ടാവും. ഒന്നെങ്കിൽ ഇതാ ഇപ്പോൾ വരച്ച പോലെ ലെഫ്റ്റ് സൈഡിലേക്കായിരിക്കും, അല്ലെങ്കിൽ ഇത് ഈ നേരെ സാധനം ഇപ്പം ഇവിടെ വരും റൈറ്റ് സൈഡിൽ. ഒന്നുകിൽ റൈറ്റ് സൈഡിലാവും, അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലാവും, ഒന്നുകിൽ മേലെയാവും, അല്ലെങ്കിൽ താഴെയാവും. ഈ 4 കേസ് നമുക്ക് വരാൻ പോകുന്നത്. അപ്പം ഇങ്ങനത്തെ ഇക്വേഷൻ കാണുമ്പോഴത്തേക്ക് മക്കൾക്ക് ഇതിൽ 4 ഏതാണെന്ന് മനസ്സിലാവണം. നിങ്ങളൊരു ഇക്വേഷൻ കാണുമ്പോഴത്തേക്ക് മക്കൾ ഇതിൽ 4 ഏതാ മനസ്സിലാവണം. അപ്പോൾ അതെങ്ങനെ മനസ്സിലാക്കാന്ന് ചോദിച്ചാൽ ആദ്യം മക്കൾ നോക്കേണ്ടത് റൈറ്റ് സൈഡ്. നമ്മളെ ഇക്വേഷൻ്റെ റൈറ്റ് സൈഡ് ഉണ്ടാവുമല്ലോ, ഈ സ്ക്വയർ ഉള്ള ടേം അല്ല, റൈറ്റ് സൈഡിലുള്ള ടേം. ആ ടേമിൽ ഇവിടെ എക്സ് ആണോ വൈ ആണോ നോക്കുക. ഇവിടെ എന്താണോ നോക്കുക? എക്സ് ആണോ വൈ ആണോ നോക്കുക. എക്സ് ആണെങ്കിൽ ഉറപ്പിക്കുക ഇതും അല്ല. കാരണം എന്താ വെച്ചാൽ ഇവിടെ എക്സ് ആണെങ്കിൽ എക്സ് ആക്സിന് സിമെട്രിക്കലായിട്ടായിരിക്കും നമ്മുടെ പാരാബോള വരിക. ഇവിടെ എക്സ് ആണെങ്കിൽ നമ്മുടെ പാരാബോള എങ്ങനെ വരിക? എക്സ് ആക്സിന് സിമെട്രിക്കൽ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ലൈൻ വരച്ചാൽ അതിൻ്റെ അപ്പുറം ഇപ്പുറം ഈക്വൽ ആയിട്ടായിരിക്കും സാധനങ്ങൾ ഉണ്ടാവുക അല്ലേ? അപ്പോൾ എക്സ് ആക്സിന് സിമെട്രിക്കലായിട്ടല്ല ഈ പാരാബോള കിടക്കുന്നത്. ഈ എക്സ് ആക്സിൻ്റെ മേലെയും ഇങ്ങനെ ഒരു കഷ്ണമുണ്ട്, എക്സ് ആക്സിൻ്റെ താഴത്തും ഇങ്ങനത്തെ ഒരു കഷ്ണമുണ്ട്. അപ്പോൾ എക്സ് ആക്സിന് സിമെട്രിക്കലായിട്ടാണ് എന്തുള്ളത്? ഈ പാരാബോള നിൽക്കുന്നത്. അപ്പോൾ റൈറ്റ് സൈഡിൽ എക്സ് ആണെങ്കിൽ എന്താവൂല?
ഇതും ആവില്ല ഒരിക്കലും ഇതും ആവില്ല. നമുക്ക് രണ്ട് ചാൻസ് ഉള്ളൂ. ഒന്ന് ഏത്, ഒന്ന് ഇങ്ങനെയും ആവാം അല്ലെങ്കിൽ എങ്ങനെയും ആവാം, ഇങ്ങനെയും ആവാം, അങ്ങനെയും ആവാം, ഇങ്ങനെ അല്ലേ, ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ ആവാം. ആ രണ്ട് ഓപ്ഷൻ നമുക്ക് ഉള്ളത്. ഓക്കെ, ഇനി എന്താ നോക്കേണ്ടത് വെച്ചാൽ ഈ 4ax-ന്റെ കൂടെ പോസിറ്റീവോ നെഗറ്റീവോ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. പോസിറ്റീവ് ചിഹ്നം ആണെങ്കിൽ, പക്ഷെ ഇവിടെ പോസിറ്റീവ് ആണെങ്കിൽ മക്കളെ റൈറ്റ് സൈഡിലായിരിക്കും ഇവിടെ പരാബോള. ഇവിടെ നെഗറ്റീവ് ഉണ്ടെങ്കിൽ പരാബോള ലെഫ്റ്റ് സൈഡിലായിരിക്കും. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ വരയ്ക്കുമ്പോൾ അങ്ങനെ തന്നെ പറഞ്ഞുതരാം. ഇപ്പം ആലോചിക്കേണ്ട എന്താ, റൈറ്റ് സൈഡിൽ എക്സ് മാത്രമാണോ അല്ലെങ്കിൽ വൈ മാത്രമാണോ നോക്കുക. എക്സ് ആണെങ്കിൽ ഇവിടെ പരാബോള എന്തായിരിക്കും, എക്സ് ആക്സിന് സിമെട്രിക്കലായിരിക്കും. അപ്പം ഇവിടെ പരാബോള എന്ന് പറയുന്നത് ഇക്വേഷൻ y² = 4ax അല്ലേ. നെഗറ്റീവ് ആണെങ്കിൽ y² = -4ax എന്നാവും. അപ്പം പരാബോള തിരിയും, അങ്ങോട്ട് തിരിയും. കുഴപ്പമുണ്ടോ? ഇതുവരെ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എവിടെയെങ്കിലും ഉണ്ടോ? പറയ് എന്തെങ്കിലും ഡൗട്ട് എന്താ മക്കളെ? കുഴപ്പമില്ല. ഓക്കെ, നമ്മൾ അടുത്തതിലേക്ക് പോവാം. അടുത്തതിലേക്ക് പറഞ്ഞപ്പോൾ ഫിഗർ ഇങ്ങനെ വരയ്ക്കാൻ പോകാം കേട്ടോ. അതേപോലെ ഇനി ഞാൻ ചോദിക്കുന്ന നിങ്ങൾ ഉത്തരം പറയണം കേട്ടോ. ഇനിയൊക്കെ കമ്പാരിസൺ ആടാ. നിങ്ങൾ ഏകദേശം ഒക്കെ പഠിച്ച് 4 പരാബോള മൊത്തം പഠിച്ച പോലെയാണ്. ഇനി മൊത്തം കമ്പാരിസണാ. നമ്മളിപ്പം പഠിച്ച് വെച്ച് കമ്പയർ ചെയ്യാം. എങ്ങനെ? ആ എക്സ് ആക്സും വൈ ആക്സും വരച്ചു. നമ്മുടെ പരാബോള എങ്ങനെയായി? ഇടത്തോട്ടാട്ടോ, ഇനി ലെഫ്റ്റിലേക്ക് പോവാണ് അല്ലേ. അപ്പം നമ്മുടെ ഡയറക്ട്രിക്സ് എങ്ങനെ പോവും? ഇതാ ഇങ്ങനെ ഡയറക്ട്രിക്സ് ഇങ്ങനെ പോവും. നമ്മളെ ഫോക്കസ് ഇത് അവിടെ നമുക്ക് പറയാം. മക്കളെ ഈ ലെങ്ത് എ ആണെങ്കിൽ, നിങ്ങളാണോട്ടോ പറയണ്ട, ഒക്കെ നിങ്ങൾ പറയണേ, സ്പീഡ് പറയാം. ഈ ലെങ്ത് എ ആണെങ്കിൽ ഈ കോർഡിനേറ്റ് പറഞ്ഞേ. ഇത് വൈ എക്സ് ആണേ, ഇത് വൈ ഡാഷും ഇത് വൈയും ഇത് എക്സ് ഒക്കെ ആട്ടോ. അപ്പം ഈ ലെങ്ത് എ ആണെങ്കിൽ ഈ കോർഡിനേറ്റ് പറഞ്ഞേ. പറയടാ. ഇത് എക്സ് എക്സ്, ലെങ്ത് എ. A,0 ആണോ? A,0 ആണോ? അല്ല, നോക്കടാ. ഈ ലെങ്ത് എ ആണെങ്കിൽ ഇത് A,0 ആവുമോ? വൈ എക്സിന്റെ ലെഫ്റ്റ് സൈഡിലല്ലേ? -A,0. ഓക്കെ, അപ്പം ഇത് എ ആകുമ്പോൾ നമുക്ക് അറിയാം എന്താണ്, ഇതും എ തന്നെയാണ് അല്ലേ. ഇതും എ നമ്മൾ പഠിച്ചതാ. അപ്പൊ ഇത് എ ആവുമ്പം ഈ പോയിന്റ് എന്താവും? ആ പോയിന്റ് എന്താവും? ഞാൻ പറയും. ആ പോയിന്റ് എന്താവും? A,0. അതിന്റെ എന്തായിരിക്കും? A,0. ഇത് A,0 ആവുമ്പോൾ മക്കളുടെ ഡയറക്ട്രിക്സ് എന്താവും? ഡയറക്ട്രിക്സിന്റെ ഇക്വേഷൻ എന്താവും? ഡയറക്ട്രിക്സിന്റെ ഇക്വേഷൻ x = a എന്നാവൂലേ? ഡയറക്ട്രിക്സിന്റെ ഇക്വേഷൻ x = a എന്നാവൂലേ? ആവും. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായി. അപ്പോൾ മക്കൾ മനസ്സിലാക്കേണ്ട എന്താ വെച്ചാൽ, ഡയറക്ട്രിക്സിന്റെ ഇക്വേഷൻ x = a, അതുപോലെ ഫോക്കസ് -A,0 എന്നൊക്കെ തരികയാണെങ്കിൽ ക്വസ്റ്റ്യനിൽ അങ്ങനെ തരും കേട്ടോ. ക്വസ്റ്റ്യനിൽ അങ്ങനെയൊക്കെ തരികയെ -A,0, അതുപോലെ ഡയറക്ട്രിക്സിന്റെ ഇക്വേഷൻ x = a അങ്ങനെ തരുമ്പോൾ മക്കളെ മനസ്സിലേക്ക് എന്ത് വരണം? നമ്മുടെ ഫിഗർ ലെഫ്റ്റ് സൈഡിലാണ്. ഫോക്കസ് -A,0 ആകുമ്പോഴത്തേക്കും മക്കളെ ഉറപ്പിക്കുക എന്താണ്, എക്സ് ആക്സിലാണ് എന്തായാലും നമ്മളതില്ലേ. ഇവിടെ -A,0 പറഞ്ഞാൽ എന്താ വരിക? നമ്മുടെ എക്സ് ആക്സിന് സിമെട്രിക്കലായിരിക്കും പരാബോള വരിക, അതും നെഗറ്റീവ് അല്ലായിരിക്കും. ഞാൻ ഉദ്ദേശിച്ചത് നമുക്ക് ഇവിടെ എഴുതുന്ന ഓരോ കാര്യങ്ങളും മക്കൾക്ക് ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിക്കുക. ക്വസ്റ്റ്യൻ മക്കൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. നമ്മളിവിടെ എഴുതുന്ന ഓരോ കാര്യങ്ങളും മക്കളോട് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും. അപ്പം മക്കൾക്ക് ഈ ഇക്വേഷൻ, ഈ പരാബോള വരയ്ക്കാൻ കഴിയണം. അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി എന്താ പറയണ്ടേ? വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഡയറക്ട്രിക്സ് കിട്ടി, ഫോക്കസ് കിട്ടി അല്ലേ. ഇനി നമ്മൾ എന്താ പറഞ്ഞത്? ലെഫ്റ്റ് സൈഡിലായതുകൊണ്ട് നമ്മൾ ജനറൽ ആയിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് y² = -4ax ആവും. y² = -4ax ആവും. ഓക്കെ, കുഴപ്പമൊന്നുമില്ലല്ലോ. ജസ്റ്റ് മറ്റേ നേരെ ഓപ്പോസിറ്റ്, വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല. മറ്റേത് x = -a ആയിരുന്നു, ഇവിടെ x = a ആയിരുന്നു. അവിടെ ഫോക്കസ് A,0 ആയിരുന്നു, ഇവിടെ -A,0 ആയിരുന്നു. അങ്ങനെ ചെറിയ പ്രശ്നങ്ങൾ മാത്രം. കുഴപ്പമുണ്ടോ? റെഡിയാണോ? അടുത്തതിലേക്ക് പോട്ടെ. റെഡിയെങ്കിൽ കുഴപ്പമുണ്ടോ? ഓക്കെ, മക്കളെന്നാ അടുത്തത് കേട്ടോ. ഇതേപോലെ എക്സ് ആക്സും വൈ ആക്സും വരച്ചു. ഇനി ഇങ്ങോട്ടാ മേലോട്ട് അല്ലേ. വൈ ആക്സിന് സിമെട്രിക്കലായിട്ട് നമ്മൾ എക്സ് പോകുന്നത് വൈ ആക്സിന് സിമെട്രിക്കലായിട്ട് പോവാണ്. ഡയറക്ട്രിക്സ് ഇങ്ങനെ പോയി അല്ലേ. ഈ പോയിന്റ് ഈ ലെങ്ത് എ ആണെങ്കിൽ മക്കളെ ഈ പോയിന്റ് പറഞ്ഞേ. ഫോക്കസിന്റെ പോയിന്റ് പറഞ്ഞേ. ഫോക്കസിന്റെ കോർഡിനേറ്റ് പറഞ്ഞേ. ഇതൊക്കെ ഫോക്കസിന്റെ കോർഡിനേറ്റ് ആട്ടോ. ഈ -A,0 എന്ന് പറയുന്നതും ഇവിടെ A,0 എന്ന് പറയുന്നതൊക്കെ ഫോക്കസിന്റെ കോർഡിനേറ്റ് ആണേ. ആണ് പറഞ്ഞത്. ഇവിടെ ഇത് ഈ ഡിസ്റ്റൻസ് എ ആണെങ്കിൽ ഈ ഫോക്കസിന്റെ കോർഡിനേറ്റ് കറക്റ്റ് 0,a അല്ലേ.
0, കറക്റ്റ്. ആ ലെങ്ത് ആയിരിക്കും 0, നമുക്ക് അറിയാം ഈ ലെങ്ത് എന്തിനായിരിക്കും എ എൻ ആയിരിക്കും അല്ലേ, ഈ ലെങ്ത്തും എ എൻ ആയിരിക്കും. അപ്പം മക്കളെ ഈ ലൈൻ്റെ ഇക്വേഷൻ പറഞ്ഞ, ഈ ഡയറക്ട്രിക്സിൻ്റെ ഇക്വേഷൻ പറഞ്ഞേ, ആ ഡയറക്ട്രിക്സിൻ്റെ ഇക്വേഷൻ പറഞ്ഞേ, ഡയറക്ട്രിക്സിൻ്റെ ഇക്വേഷൻ പറഞ്ഞേടാ, ഡയറക്ട്രിക്സിൻ്റെ ഇക്വേഷൻ വരട്ടെ 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 പറയേ. ഡയറക്ട്രിക്സിൻ്റെ ഇക്വേഷൻ എന്താവും? പോട്ടെ, ഈ കോർഡിനേറ്റിൻ്റെ ഈ y ഈക്വൽ ടു എങ്ങനെയാ, y മൈനസ് എയോ ഇക്വേഷൻ ആയിട്ട് പറഞ്ഞേ ഒരു സാധനം. y ഈക്വൽ ടു മൈനസ് എ. കാരണം ഇത് 0, ഇത് ഈ എ ഡിസ്റ്റൻസും ഇത് എ ഡിസ്റ്റൻസും ആയതുകൊണ്ട് നമുക്ക് അറിയാം ഈ കോർഡിനേറ്റ് എന്ന് പറയുന്നത് 0, ആയിരിക്കും അല്ലേ. അപ്പോൾ ഇതിൽ ഏത് പോയിന്റ് എടുക്കുകയാണെങ്കിലും അതിന്റെ y എന്തായിരിക്കും, -a ആയിരിക്കും. അപ്പം ആ ഡയറക്ട്രിക്സിന്റെ ഇക്വേഷൻ എന്താണ്, y ഈക്വൽ ടു -a. അപ്പൊ മക്കളെ നമ്മൾ പറഞ്ഞിരുന്നു, നമ്മൾ എപ്പോഴും എന്താ നോക്കേണ്ടത്, റൈറ്റ് സൈഡിലാണ് നോക്കേണ്ടത് അല്ലേ. അപ്പോൾ നമ്മൾക്ക് അറിയാം ഇത് y ആക്സിന് സിമെട്രിക്കൽ ആയിരിക്കും, അതുകൊണ്ട് ഇത് എപ്പോഴും 4y എന്നാവുക. 4ay എന്ത്, x² ഈക്വൽ ടു 4ay എന്നായിരിക്കും എങ്ങനെ വരിക, നമ്മളെ y ആക്സിസ് സിമെട്രി. നോക്കണേ, അത് മാറിപ്പോയത് കേട്ടോ. ഒന്നെന്താ, y² ഈക്വൽ ടു 4ax, ആ ഒരു ഫോമിലായിരിക്കും. അത് എന്തുകൊണ്ട് അവിടെ x എന്ന് വന്നത്, ഇത് x ആക്സിന് സിമെട്രിക്കൽ ആയിരുന്നു, അതുകൊണ്ട് അവിടെ എന്താവും, x എന്നാവും. ഇനി ഇവിടെയോ, ഇവിടെ എന്താ, y ആക്സിന് സിമെട്രിക്കൽ ആയിട്ടാണ് കിടക്കുന്നത് അല്ലേ, y ആക്സിന് സിമെട്രിക്കൽ ആയിട്ട് കിടക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും, x² ഈക്വൽ ടു 4ay. റൈറ്റ് സൈഡ് നോക്കിയാൽ മതി, എന്തിന് സിമെട്രിക്കൽ ആണോ അപ്പോൾ അവിടെ എന്ത് തന്നെയായിരിക്കും, ആ എക്സ് തന്നെയായിരിക്കും ഇവിടെ ഉണ്ടാവുക. അപ്പോൾ x² ഈക്വൽ ടു 4ay. കുഴപ്പമുണ്ടോടാ, കുഴപ്പമുണ്ടോ? x² ഈക്വൽ ടു 4ay കുഴപ്പമുണ്ടോ? അടുത്ത് വരയ്ക്കുക, അടുത്തത് വരയ്ക്കുക, കുഴപ്പമില്ല. ഇതേപോലെ അടുത്ത് കേട്ടോ, ഇതേപോലെ അടുത്ത് ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ താഴോട്ട് ഇങ്ങനെ പോകൂലേ, നമ്മളെ പരാബോള താഴോട്ട് പോവും. ഈ ഡിസ്റ്റൻസ് എ ആണെങ്കിൽ ഈ കോർഡിനേറ്റ് എന്താവും, ഫോക്കസിന്റെ കോർഡിനേറ്റ് എന്താവും, ഫോക്കസിന്റെ കോർഡിനേറ്റ് പറഞ്ഞില്ല 0, ഫോക്കസിന്റെ കോർഡിനേറ്റ് 0, ഇനി ഡയറക്ട്രിക്സ് വരച്ചു. ഡയറക്ട്രിക്സിന്റെ ഇക്വേഷൻ പറഞ്ഞേ, ഡയറക്ട്രിക്സിന്റെ ഇക്വേഷൻ y ഈക്വൽ ടു എ, കറക്റ്റ്. ഈ ഡിസ്റ്റൻസ് എ ആണെങ്കിൽ ഇത് എ ആയിരിക്കും. അപ്പം ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ 0, ആയിരിക്കും. ഈ ലൈൻ്റെ ഇക്വേഷൻ y ഈക്വൽ ടു എ അല്ലേ. ഇനി അങ്ങനെ ഈ പാരബോളയുടെ ഇക്വേഷൻ എന്താവും, x² ഈക്വൽ ടു -4ay. കാരണം താഴോട്ടേക്കാണ് അല്ലേ, താഴോട്ടേക്ക് ആയതുകൊണ്ട് നമ്മുടെ ലൈൻ്റെ ഈ പാരബോളയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, x² ഈക്വൽ ടു -4ay. ഓക്കെ മക്കളെ, ഇനി ഒന്ന് മനസ്സിരുത്തി ഈ 4 ഫിഗർ ഒന്ന് നോക്കിയേ. ഇപ്പൊ 4:56 ഒരു 2 മിനിറ്റ് സമയം തരാം. ആ 4 ഫിഗറിലും തന്ന കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക. എന്തൊക്കെ, ഡയറക്ട്രിക്സിന്റെ ഇക്വേഷൻ നോക്കുക, ഫോക്കസും ഡയറക്ട്രിക്സിന്റെ ഇക്വേഷനൊക്കെ നോക്കുക. അപ്പം എങ്ങനെയാണ് നമ്മളെ പാരാബോള കിടക്കുന്നത്, അപ്പോൾ നമ്മുടെ പാരാബോളിന്റെ ഇക്വേഷൻ എന്താണ്, അങ്ങനെ എല്ലാത്തിനും 4 നോക്കിയേ നോക്കട്ടോ. എന്തൊക്കെയാ നോക്കേണ്ടത്, പരാബോളയുടെ ഷേപ്പ് നോക്കുക, ലെഫ്റ്റിലേക്കാണോ റൈറ്റിലേക്കാണോ, റൈറ്റിലേക്കാവുമ്പോൾ പോസിറ്റീവ് അല്ലേ, ലെഫ്റ്റിലേക്കാവുമ്പോൾ നെഗറ്റീവ്. അതുപോലെ മേലോട്ടാവുമ്പോൾ പോസിറ്റീവ്, താഴോട്ടാവുമ്പോൾ നെഗറ്റീവ്. അതൊക്കെ ആലോചിച്ച് വെക്കുക. പിന്നെ എക്സ് ആക്സിന് സിമെട്രിക്കൽ ആവുമ്പോൾ എന്തൊക്കെ മാറ്റമാണ് വരുന്നത്, വൈ ആക്സിന് സിമെട്രിക്കൽ ആവുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത്, അതുപോലെ ഡയറക്ട്രിക്സിന്റെ ഇക്വേഷനിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത് ഒക്കെ ശ്രദ്ധിച്ച് നോക്കൂട്ടോ.
മക്കളെ ക്ലിയർ അല്ലേടാ? ക്ലിയർ അല്ലേ? ഞാൻ ഒറ്റ കാര്യം കൂടി പറഞ്ഞാൽ പരാബോള കഴിഞ്ഞ്. ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? ആ ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നോക്കട്ടോ. നമ്മളിപ്പം പറഞ്ഞ പരാബോള അല്ലേ ആദ്യത്തെ ഒരു സാധനം വരയ്ക്കാം. അങ്ങനെ വരയ്ക്കാം. ഈ പരാബോളന്റെ ഇക്വേഷൻ എന്ത് ചെയ്യണടാ? ഈ പരാബോളന്റെ ഇക്വേഷൻ എന്തായിരുന്നു? ഫസ്റ്റ് പറഞ്ഞ പരാബോളന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞേ. അറിയില്ല. എന്നെക്കൊണ്ട് വോയിസ് ഓപ്പൺ ആക്കാണ്ട് ഭയങ്കര പ്രശ്നമാവുന്നുണ്ട് അല്ലേ? y² = 4ax അല്ലേ? ഇതാണ് ഈ പരാബോളന്റെ ഇക്വേഷൻ മക്കളെ. അപ്പോൾ ഇത് a,0 ആവുമ്പോൾ അല്ലേ, ഇത് a,0 നമുക്കിതാ ഇത് നമ്മുടെ എക്സ് അല്ലേ? ഈ എക്സിന് പെർപെൻഡിക്കുലർ ആയി കൊണ്ട് കുറേ അങ്ങനെ വര വരയ്ക്കില്ലേ? അതങ്ങനെ കുറേ വര വരയ്ക്കുക. അങ്ങനെ ഓരോ വര വരയ്ക്കുമ്പോൾ ഫോക്കസിലൂടെ പോകുന്ന ആ പെർപെൻഡിക്കുലർ ലൈന് ഫോക്കസിലൂടെ പാസ് ചെയ്യുന്ന നമ്മുടെ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിക്കൊണ്ട് വരയ്ക്കുന്ന ആ ലൈനിന്റെ പേരാണ് ലാറ്റസ് റെക്റ്റം. ലാറ്റസ് റെക്റ്റം. ലാറ്റസ് റെക്റ്റം. ലാറ്റസ് റെക്റ്റം. അപ്പോൾ എന്താണ്? ഫോക്കസിലൂടെ പോകുന്ന നമ്മുടെ ആക്സിന് പെർപെൻഡിക്കുലർ ആയിക്കൊണ്ട് വരയ്ക്കുന്ന ലൈനിന്റെ പേരാണ് മക്കളെ എന്ത്? ലാറ്റസ് റെക്റ്റം. അപ്പൊ നിങ്ങൾക്ക് എന്താ പറഞ്ഞു തരേണ്ടത് അറിയോ? ഞാനിത് അവിടെ നിന്ന് ഇങ്ങോട്ട് ലൈൻ വരയ്ക്കുകയാണേ. ഈ ലൈൻ ഇങ്ങോട്ട് വരച്ചു. ഓക്കെ. ഈ ലെങ്ത് എന്താ നമുക്ക് അറിയാം? ഇത് a,0 ആയതുകൊണ്ട് നമുക്ക് അറിയാം ഈ ലെങ്ത് എന്തായിരിക്കും? a ആയിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് അറിയാം ഈ ലെങ്ത് a ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ മക്കൾക്ക് അറിയാം ഈ ലെങ്ത് എന്ത് തന്നെയായിരിക്കും? a ആയിരിക്കും. ഓക്കെ. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ പറയുക മക്കളെ? ഈ ലാറ്റസ് റെക്റ്റത്തിന്റെ ലെങ്താ കണ്ടുപിടിക്കേണ്ടത്. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഇതാ ഈ AB ഇവിടെ O ഉണ്ട്, A ഉണ്ട്, B ഉണ്ട്. നമുക്ക് ABന്റെ ലെങ്ത് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതും കൂടി കഴിഞ്ഞാൽ ഈ ടോപ്പിക് കഴിഞ്ഞു. ABന്റെ ലെങ്ത് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ശരിക്കും ABയുടെ ലെങ്ത് എന്ന് പറയുന്നത് OAന്റെ ഡബിൾ. OAയും OBയും എന്ത് തന്നെയാണ്? ഈക്വൽ ആണ്. അപ്പോൾ OAന്റെ ലെങ്ത് കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? OBയുടെ ലെങ്ത്തും കിട്ടും. രണ്ടും കൂടി കൂട്ടി കഴിഞ്ഞാൽ ABയുടെ ലെങ്ത് കിട്ടും. ഓക്കെ. അപ്പൊ നമുക്ക് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ? ഇത് A ആണ്, ഇതും A തന്നെയാണ്. അപ്പൊ ഇതെന്താണ്? 2A എന്നാണ് അറിയാം. അങ്ങനെയാണെങ്കിൽ മക്കൾ എനിക്ക് ഈ OAന്റെ ലെങ്ത് കണ്ടുപിടിച്ച് തരണം. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാ, അറിയാത്ത ഒരു കാര്യമില്ല. നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ നല്ലോണം ശ്രദ്ധിച്ചാണെങ്കിൽ OAന്റെ ലെങ്ത് നമുക്ക് കിട്ടും. ഒന്ന് പറഞ്ഞു തന്നെ, എന്തായിരിക്കും OAന്റെ ലെങ്ത്? ഇവിടെ ഒരു M കൊടുക്കാം നമുക്ക്. എന്തായിരിക്കും OAന്റെ ലെങ്ത്? പറയ് ആലോചിച്ച് നോക്കി, എന്തായിരിക്കും OAന്റെ ലെങ്ത്? മക്കൾ അറിഞ്ഞ കാര്യ MA = OA. അത് കറക്റ്റ് ആണ്. MA = OA ആണ്. അപ്പൊ OAന്റെ ലെങ്ത് എത്രയാ? OAന്റെ ലെങ്ത് എത്രയാന്ന് ചോദിച്ചത് ആരെങ്കിലും ആള്? വിഷ്ണുപ്രിയ നല്ലൊരു ക്ലൂ വന്നിട്ടുണ്ട്. പിന്നിപ്പോ എന്താ OAന്റെ ലെങ്ത് എന്താ? വലിച്ചു കിട്ടണ്ട മക്കളെ. ഏകദേശം ഉത്തരം പറഞ്ഞ പോലെ തന്നെയാണ്. നല്ല കൺസെപ്റ്റ് തന്നെ. കാരണം മക്കളെ MA = OA എന്ന് വലിയ ഉത്തരം തന്നെ. അതിനാണ് ഉത്തരം. MA = OA കറക്റ്റ് ആണ്. പക്ഷെ മക്കളെ MA ലെങ്ത് എന്താ? 2A അല്ലേ? 2A അല്ലേ? MA ലെങ്ത് എന്ന് പറയുന്നത് 2A ആണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് A, ഇവിടെ നിന്ന് ഇങ്ങോട്ട് A. അപ്പൊ MA ലെങ്ത് എന്താണ്? 2A ആണ്. അപ്പൊ OA ലെങ്ത്തും 2A ആയിരിക്കും, ഇതും 2A ആയിരിക്കും. അപ്പം AB ലെങ്ത് എന്താ മക്കളെ? AB ലെങ്ത് എന്ന് പറയുന്നത് 4A അല്ലേ? നമ്മളെന്താ പഠിക്കേണ്ടത്? ലാറ്റസ് ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം. ലാറ്റസ് റെക്റ്റം എന്ന് പറയുന്നത് എന്താടാ? 4A. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം എന്ന് പറയുന്നത് എന്താണ്? 4A ആയിരിക്കും. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം 4A. കുഴപ്പമുണ്ടോ? എങ്ങനെയാ 4A കിട്ടുന്ന ആർക്കും അറിയാത്തതുണ്ടോ? കുഴപ്പമുണ്ടോ? കണ്ടാൽ MAന്റെ OAന്റെ ലെങ്ത് ഈക്വൽ ആവില്ല. കണ്ടാൽ നിങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് അങ്ങനെ തന്നെ വരച്ച് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ നിങ്ങൾക്ക് കണ്ടുപിടിച്ചു. കുഴപ്പമില്ല. ഇവിടെ A ആയതുകൊണ്ട് ഇവിടെ എന്തായാലും 2A വരും. നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? പിന്നെ ഇത് പോയിന്റ് എടുത്താൽ അല്ലേ
ഫോക്കസ് നിന്ന് ഇങ്ങോട്ടുള്ള ലെങ്ത്തും ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ലെങ്ത്തും എന്ത് തന്നെയാണ്, ഈക്വലാണ്. അപ്പോൾ ഇത് 2a ആകുമ്പോൾ ഇതും 2a തന്നെയാവും. അപ്പോൾ ഇതും 2a 4a. അപ്പോൾ ലെങ്ത് ഓഫ് ലാറ്റസ്റ്റ് റെക്ടം എന്ന് പറയുന്നത് എന്താണ്, 4a ആണ്. സോറി 4a ആണ്. കുഴപ്പമുണ്ടോ? അടുത്തതിലേക്ക് പോട്ടെ. പറയടാ. ക്ലിയർ? ഓക്കെ, നോക്കളെ ക്വസ്റ്റ്യൻ ചെയ്യട്ടോ. ക്വസ്റ്റ്യൻ ചെയ്യാൻ പോലെ ക്വസ്റ്റ്യൻ ചെയ്തെടുക്കേ. ഫൈൻഡ് ദ കോർഡിനേറ്റ് ഓഫ് ദ focus, the equation of the directrix, and lattice rectum of the parabola, and lattice rectum of the parabola y square equal to 8x. Y square equal to 8x. Find the coordinate of the focus, the equation of the directrix, and lattice rectum of the parabola y square equal to 8x. എന്താ പറഞ്ഞത്? y square equal to 8x എന്നുള്ള ഒരു പാരാബോള ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, ആ പാരാബോള എങ്ങനെ ഇരിക്കും എന്ന് വരയ്ക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, ആ പാരാബോളൻ്റെ ഫോക്കസിൻ്റെ കോർഡിനേറ്റ് കണ്ടുപിടിക്കുക, ഡയറക്ട്രിക്സിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുക, ലാറ്റസ്റ്റ് റെക്ടത്തിൻ്റെ ലെങ്ത്തും കണ്ടുപിടിക്കുക. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക. ഒന്ന് കണ്ടുപിടിച്ച് നോക്കിയേ. എനിക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്, അപ്പോൾ എന്തെങ്കിലും ചെറിയ ഡൗട്ട്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. മിണ്ടാണ്ട് ഇങ്ങനെ ഇരിക്കരുത് കേട്ടോ. അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആദ്യം തന്നെ ചോദിക്കുക. കിട്ടിയോ? ഫോക്കസിന്റെ കോർഡിനേറ്റ് കിട്ടിയോ? അത് മാത്രമേ പറഞ്ഞേ. ഫോക്കസിന്റെ കോർഡിനേറ്റ് പറഞ്ഞേ. ഫൈസേ, ഫോക്കസിന്റെ കോർഡിനേറ്റ് കിട്ടിയോ? ഫൈസ് ഇല്ല. അപ്പം ഫിഗർ വരച്ചോ? എന്ത് സിമെട്രിക്കലായിട്ടാ വരച്ചേ? അത് എക്സ് ആക്സിസ് സിമെട്രിക്കലായിട്ട് വരച്ചു. ഓക്കെ, കറക്റ്റ്. പിന്നെ റൈറ്റിലേക്കോ ലെഫ്റ്റിലേക്കോ? റൈറ്റിലേക്ക്. ഓക്കെ, അപ്പോൾ അവിടെ വെച്ച് നിർത്തിയിട്ടുണ്ടാവും അല്ലേ? ഫിഗർ വരച്ച് നിർത്തിയിട്ടുണ്ടാവും. ഫോക്കസ് കിട്ടിയില്ല. ഓക്കെ, നമുക്ക് പറയാം. കുഴപ്പമില്ല, ആദ്യത്തെ ക്വസ്റ്റ്യൻ അല്ലേ, നമ്മൾ വരച്ചില്ല, അത് മതി. നോക്കട്ടെ മക്കളെ, നമ്മളോട് എന്താ പറഞ്ഞത്? നമ്മളെ ലൈൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്
ലൈൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് വൈ സ്ക്വയർ ഈക്വൽ ടു എന്താണ് 8x എന്നാണ് അല്ലേ. വൈ സ്ക്വയർ ഈക്വൽ 8x. അപ്പം മക്കളെല്ലാവരും ഫിഗർ വരച്ചിട്ടുണ്ടെന്ന് എല്ലാവരും ഞാൻ വിശ്വസിക്കുന്നുണ്ട്, എല്ലാവരും വരച്ചെന്ന് വിശ്വസിക്കുന്നുണ്ട്. വൈ സ്ക്വയർ ഈക്വൽ ടു 8x ആരും വരയ്ക്കാന്നില്ലല്ലോ. ആർക്കും ഫിഗർ വരയ്ക്കാൻ പറ്റാത്ത ആർക്കും പ്രശ്നമുണ്ടോ, ബുദ്ധിമുട്ടുണ്ടോ? ഒന്നും കൂടി പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ്. ആർക്കെങ്കിലും ഫിഗർ വരയ്ക്കാൻ, ഞാൻ വരയ്ക്കാനായിട്ട് മുന്നേ ചോദിക്കുക, ഞാൻ വരച്ചുകഴിഞ്ഞ് പറയരുത്. ആർക്കെങ്കിലും ഫിഗർ വരയ്ക്കാൻ ബുദ്ധിമുട്ട് ആരെങ്കിലും ഉണ്ടോ? ഇല്ല, ബുദ്ധിമുട്ടൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നോക്കുക, നമ്മൾ പറഞ്ഞുകൊണ്ട് എക്സ് ആക്സ് ഉണ്ടായിരുന്നു റൈറ്റ് സൈഡിൽ, അതുകൊണ്ട് എക്സ് ആക്സിന് സിമെട്രിക്കലായിരിക്കും. പിന്നെ ഇവിടെ പോസിറ്റീവ് ആയതുകൊണ്ട് റൈറ്റ് സൈഡിലും ആവും. അപ്പോൾ നമ്മൾ എല്ലാവരും എങ്ങനെ വരച്ച്, ഇങ്ങനെ വരച്ച്. മക്കൾ ആരെങ്കിലും ഫോക്കസിൻ്റെ കോർഡിനേറ്റ് കണ്ടുപിടിച്ചവരുണ്ടോ? ആരെങ്കിലും ഉണ്ടോ ക്ലാസ്സിൽ ഫോക്കസിൻ്റെ കോർഡിനേറ്റ് കണ്ടുപിടിച്ചവർ? ആരുമില്ല. ഓക്കെ, തെറ്റിയല്ലൊന്നും കുഴപ്പമില്ല. ഇനി തെറ്റാണെന്ന് വെച്ചാൽ ആണ് നിൽക്കേണ്ടവർ പറയണേ, ഒന്നും പ്രശ്നമില്ല. ആരെങ്കിലും 0,8 ഇല്ല? ഓക്കെ, ചെറിയ പ്രശ്നമുണ്ട്. വേറെ ആരെങ്കിലും ട്രൈ ചെയ്തിട്ട് പറയടാ. ട്രൈ തന്നെ ഭയങ്കര വലിയ കാര്യമാണ്. വിഷ്ണുപ്രിയ ഇപ്പോൾ ട്രൈ ചെയ്തു. അതുപോലെ വേറെ ആരെങ്കിലും? ജിതിനെ എന്നൊന്നും മിണ്ടില്ലല്ലോ, ഇവിടെ ഇല്ലേ? ജിതിൻ കിട്ടിയ ഫോക്കസിന്റെ കോർഡിനേറ്റ് കിട്ടിയിരുന്നാ? 8,0 ഇല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്യാം, കുഴപ്പമില്ല. അപ്പോൾ വൈ സ്ക്വയർ ഈക്വൽ 8x. അപ്പം നമുക്ക് ഇവിടുത്തെ ഫോക്കസിന്റെ 8,0 അല്ലടാ, ശരി, പ്രശ്നം പറഞ്ഞുതരാം. അപ്പോൾ മക്കൾ ഇങ്ങനെ ചെയ്താൽ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ, ഫോക്കസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഒരു പരാബോളന്റെ എന്ത് ചെയ്യുക, ജനറൽ ഇക്വേഷൻ എഴുതുക. എന്താണ്? വൈ സ്ക്വയർ ഈക്വൽ ടു 4x. ഇതാണ് നമ്മുടെ ജനറൽ ഇക്വേഷൻ അല്ലേ. ഇങ്ങനെയുള്ള പരാബോളന്റെ ജനറൽ ഇക്വേഷൻ എന്താ? വൈ സ്ക്വയർ ഈക്വൽ ടു 4x. അത് ജസ്റ്റിന്റെ താഴോട്ട് എഴുതാം, വൈ സ്ക്വയർ ഈക്വൽ ടു 4x. ഇപ്പൊ രണ്ടിന്റെ ലെഫ്റ്റ് സൈഡ് എന്താ? വൈ സ്ക്വയർ അല്ലേ. റൈറ്റ് സൈഡോ അല്ലെ, ഇത് വൈ സ്ക്വയർ ഈക്വൽ 8x, ഇത് വൈ സ്ക്വയർ ഈക്വൽ 4x. അപ്പൊ അത് രണ്ടും എന്ത് ചെയ്യുക, ഇക്വേറ്റ് ചെയ്യുക. എന്ത് കിട്ടും നമുക്ക്? 4ax ഈക്വൽ ടു 8x എന്ന് കിട്ടും. 4ax ഈക്വൽ എന്ത് കിട്ടും മക്കളെ? 8x എന്ന് കിട്ടും. ഈ എക്സും ക്യാൻസൽ ചെയ്യുക, ബാക്കി എന്ത് കിട്ടും? 4a ഈക്വൽ ടു 8. അപ്പം a ഈക്വൽ ടു 8/4 ഈക്വൽ ടു 2. എ എന്ത് കിട്ടും? 2 എന്ന് കിട്ടും. എ അല്ലേ നമ്മളെ ഫോക്കസ് അല്ലേ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് എ അല്ലേ നമ്മളെ ഫോക്കസ് അല്ലേ. അപ്പം എന്ത് കിട്ടും? ഈ പോയിന്റ് 2,0 എന്ന് കിട്ടും. കുഴപ്പമുണ്ടോ? ക്ലിയർ ആണോ? നമുക്ക് തന്ന ഇക്വേഷനും നമ്മളെ പരാബോളയുടെ ജനറൽ ഇക്വേഷനുമായിട്ട് ഇക്വേറ്റ് ചെയ്യുക, അതിന്ന് എ കണ്ടുപിടിക്കുക, ഫോക്കസിന്റെ കോർഡിനേറ്റ് അപ്പോൾ കിട്ടും. കുഴപ്പമുണ്ടോ? പറയ്, കുഴപ്പമുണ്ടോ? ക്ലിയർ. ഓക്കെ, മക്കളെന്നാൽ ബാക്കിയുള്ള ഇക്വേഷൻ കണ്ടുപിടിച്ചേ. ഡയറക്ട്രിക്സിന്റെ ഇക്വേഷൻ എന്താവും? അപ്പം ഡയറക്ട്രിക്സിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം, ലെങ്ത് ഓഫ് ലാറ്റസ്റ്റ് വെക്ടർ കണ്ടുപിടിക്കണം. പറഞ്ഞേ, ഒറ്റയടിക്ക് തന്നെ കിട്ടും. എന്തായിരിക്കും ഡയറക്ട്രിക്സിന്റെ ഇക്വേഷൻ? ഇത് 2,0 ആണെങ്കിൽ ഡയറക്ട്രിക്സിന്റെ ഇക്വേഷൻ എന്താ? അവിടെ പെട്ടെന്ന് കിട്ടൂ, പറയ്, എന്താവും? അത് 2,0 ആണെങ്കിൽ ഈ ഡയറക്ട്രിക്സിന്റെ ഇക്വേഷൻ എന്താ അവിടെ? നമ്മൾ ഇത്രയും നേരം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലേ പറഞ്ഞേ. അത് 2,0 ആവുമ്പം ആ ലൈൻ്റെ ഇക്വേഷൻ എന്താവും? പറയ്. ആർക്കും അറിയില്ല. കേട്ടില്ല. എന്താ പറഞ്ഞേ? x equal to 2 ആവോ? ഓക്കെ, x equal to 2 ആണെങ്കിൽ നമ്മൾ ലൈൻ 2 കൂടെ പാസ് ചെയ്യണ്ടടാ. x equal to 2 ആണെങ്കിൽ നമ്മൾ ലൈൻ 2,0 പാസ് ചെയ്യണം. ഈ 2,0 ലൈൻ പാസ് ചെയ്യുന്നത്. 0 അല്ല. വിഷ്ണുപ്രിയ ഇപ്പോഴും നേരത്തെ 0 ആണല്ലോ പറഞ്ഞ്. നേരത്തെ 0 പറഞ്ഞിട്ടാണ് ഞാൻ ക്ലിയർ ആക്കി തന്നത്. എടാ, ഇത് 2,0 ആവുമ്പോ നമ്മൾ പറഞ്ഞില്ലേ? വേറെ ആരെങ്കിലും പറയണോ? ഞാൻ പറയും. ഇത്രയും ബാക്കിലാ 4 ഡയറക്ട്രിക്സിന്റെ ഇക്വേഷൻ നിങ്ങൾ തന്നെ എനിക്ക് പറഞ്ഞു തന്നത്. -2 എന്ത് ഈക്വൽ ടു -2? x equal to -2. ഒരാൾക്കും കിട്ടിയല്ലോ. x ഈക്വൽ ടു -2. മക്കളെ നോക്കടാ, ഇത് 2,0 ആണെങ്കിൽ ഇതെന്താവും? ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇത് 2 ആണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 2 തന്നെയല്ലേ. അപ്പോൾ ഇതെന്താവും? -2,0. കാരണം ഈ y-axന്റെ ഇപ്പുറത്തല്ലേ. ഇതെന്താവും? -2,0. നമ്മൾ പറഞ്ഞ പോലെ ഇതിൽ ഏത് പോയിന്റ് എടുക്കുകയാണെങ്കിലും അതിന്റെ x കോർഡിനേറ്റ് എന്താവും? -2 ആയിരിക്കും. അപ്പം നമുക്ക് പറയാം എന്ത്? x ഈക്വൽ ടു -2 ആണ് ഇതിന്റെ ഡയറക്ട്രിക്സിന്റെ ഇക്വേഷൻ. കുഴപ്പമുണ്ടോ? ആർക്കെങ്കിലും ഉണ്ടോ? ക്ലിയർ ആണോ? അറിയില്ല, പറയടാ. ക്ലിയർ ആണോ? ക്ലിയർ.
അങ്ങനെയാണെങ്കിൽ ലാറ്റസ്റ്റ് സ്ട്രക്ചറിന്റെ ലെങ്ത് പറഞ്ഞേ, ലാറ്റസ്റ്റ് സ്ട്രക്ചറിന്റെ ലെങ്ത് പറഞ്ഞേ എന്താവും? ലെങ്ത് ഓഫ് ലാറ്റസ്റ്റ് സ്ട്രക്ചർ എന്താവൂടാ? 8. കാരണം എന്താ? 4a ആണ് ലെങ്ത് ഓഫ് ലാറ്റസ്റ്റ് സ്ട്രക്ചർ അല്ലേ? അപ്പോൾ a നമുക്ക് കിട്ടി 2 ആണ്. അപ്പം എന്തായിരിക്കും 4 × 2 അല്ലേ? 4a ലെങ്ത് ഓഫ് ലാറ്റസ്റ്റ് സ്ട്രക്ചർ എന്താണ്? 4a = 8 അല്ലേ? 8 എന്ന് കിട്ടും. അത്രേ ഉള്ളൂ. കംപ്ലീറ്റ് അല്ലേ? ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ എല്ലാവർക്കും? ഫുള്ള് കംപ്ലീറ്റ് ആണോ? എ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് സംഭവം കഴിയും. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ പറയട്ടെ? അടുത്ത ക്വസ്റ്റ്യൻ പറയട്ടെ? ആരും പിടില്ല. ഇത് ക്ലിയർ ആവണ്ടഞ്ഞു? ഓക്കെ, നമുക്ക് പറയാം. കണ്ടുപിടിക്കട്ടോ. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ പാരാബോള. എഴുതേ. ഫൈൻഡ് ദ ഇക്വേഷൻ. നമ്മൾ നേരത്തെ എന്തായിരുന്നു? നേരത്തെ പാരാബോളിന്റെ ഇക്വേഷൻ തന്നിരുന്നു. ഇപ്പം എന്താ പറഞ്ഞത്? പാരാബോളിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ പാരാബോള. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ പാരാബോള. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ പാരാബോള വിത്ത് ഫോക്കസ് 3,0. വിത്ത് ഫോക്കസ് 3,0. വിത്ത് ഫോക്കസ് 3,0. വിത്ത് ഫോക്കസ് 3,0 and directrix x = -3. with focus 3,0 and directrix x = -3 and directrix x = -3. ചെയ്തേ. ക്വസ്റ്റ്യൻ കുഴപ്പമില്ലല്ലോ. ഒരു ഫോക്കസ് തന്നിട്ടുണ്ട് അല്ലേ? ഏതോ ഒരു പാരാബോളിന്റെ ഫോക്കസ് ആണ് 3,0. അതുപോലെ ഡയറക്ട്രിക്സിന്റെ ഇക്വേഷൻ x = -3 എന്നുമാണ്. അപ്പം അങ്ങനെയുള്ള പാരാബോള എങ്ങനെ ഇരിക്കുന്നു മക്കൾ ആദ്യം വരയ്ക്കണേ. ഇങ്ങനത്തെ സ്ട്രേറ്റ് ലൈൻ ആണെങ്കിലും നമ്മളെ കോൺസെക്ഷൻ ആണെങ്കിലും ഒക്കെ ആദ്യം ക്വസ്റ്റ്യൻ കിട്ടിയാൽ മക്കൾക്ക് തോന്നുന്ന പോലെ, ക്വസ്റ്റ്യൻ വായിച്ചിട്ട് എന്തൊക്കെയാണോ തോന്നുന്ന പോലെ ഫിഗർ പെട്ടെന്ന് റഫായിട്ട് സൈഡിൽ വരയ്ക്കണം. അത് വരച്ച് കഴിഞ്ഞാൽ പാതി പണി കഴിഞ്ഞ്. പിന്നെ നമുക്ക് പെട്ടെന്ന് പഠിച്ച കാര്യങ്ങൾ ഇറങ്ങി വരും. വരയ്ക്കാണ്ട് നിന്നാൽ, സൈഡിൽ റഫായിട്ട് ഫിഗർ വരയ്ക്കാണ്ട് നിന്നാൽ നമുക്കൊന്നും മനസ്സിലേക്കൊണ്ട് ഇറങ്ങി വരില്ല. നമ്മൾ പഠിച്ച കാര്യങ്ങളൊന്നും കൊണ്ട് ഇറങ്ങി വരില്ല. അപ്പം കിട്ടിയ ഉടനെ തന്നെ എന്ത് ചെയ്യുക? സൈഡിൽ റഫായിട്ടൊരു ഫിഗർ വരയ്ക്കുക കേട്ടോ. കിട്ടിയോ? കിട്ടിയിട്ടുണ്ടാവുമല്ലോ. ഫിഗർ വരച്ച ആരെങ്കിലും ഫിഗർ വരച്ചിട്ടുണ്ടാവുമല്ലോ. ഫെമിനിസ്റ്റ് ഫിഗർ വരച്ചോ? ഫെമിനിഷ ഫിഗർ വരച്ചോ? ഇല്ല. പിന്നെ ആരാ? ഗൗതമേ ഫിഗർ വരച്ചോ? ഗൗതം ഫിഗർ വരച്ചില്ല. ഓക്കെ, അപ്പോൾ അത് പ്രശ്നം ഉണ്ടാവും. പിന്നെ അക്ഷയ് ഫിഗർ വരച്ചോ? യെസ്. അക്ഷയ് എക്സ് ആക്സും സിമെട്രിക്കൽ ആയിട്ടാണോ വൈ ആക്സും സിമെട്രിക്കൽ ആയിട്ടാണോ വരച്ചത്? വൈക്ക് സിമെട്രിക് ആയിട്ടാണ് വരച്ചത്. ഓക്കെ, എന്തുകൊണ്ടാണ് വൈക്ക് സിമെട്രിക്കലാക്കി വരയ്ക്കാൻ കാരണം? നല്ലോണം നോക്കിയേ. പക്ഷെ നല്ലോണം വായിച്ചോട്ടെ, ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്.
ഫർസാന മോള് വരച്ചോ? ഫർസാന കേൾക്കുന്നില്ല. സാനിയ വരച്ചോ? സാനിയ ആരും പറയുന്നില്ലല്ലോ. അനാമിക വരച്ചോ? ആ എങ്ങനെയാ വരച്ചത്? എക്സ് ആക്സിസ് സിമെട്രിക്കൽ ആയിട്ടാണോ വൈ ആക്സിസ് സിമെട്രിക്കൽ ആയിട്ടാണോ? എക്സ് ആക്സിസ് സിമെട്രിക്കൽ ആയിട്ട്. റൈറ്റ് സൈഡിലേക്കാണോ ലെഫ്റ്റ് സൈഡിലേക്കാണോ? റൈറ്റ് സൈഡിലേക്കാണോ ലെഫ്റ്റ് സൈഡിലേക്കാണോ? റൈറ്റിലേക്ക്. ഓക്കെ. അപ്പൊ ഇക്കപ്പോൾ ഇക്വേഷൻ എന്താ കിട്ടിയത്? ഇപ്പൊ ഇക്വേഷൻ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. ഫിഗർ കറക്റ്റ് ആണ്. അപ്പൊ ഇക്വേഷൻ y സ്ക്വയർ ഈക്വൽ ടു 12x. ഓക്കെ, y സ്ക്വയർ ഈക്വൽ കറക്റ്റ് ആട്ടോ. ഓക്കെ നോക്കട്ടോ. നമ്മളോട് എന്തൊക്കെയാ പറഞ്ഞടാ? നമ്മളോട് പറഞ്ഞത് ഫോക്കസ് എന്താണ്? 3,0 അല്ലേ? ഫോക്കസ് 3,0. പിന്നെന്താ തന്നത്? ഡയറക്ട്രിക്സ് എന്താ? x ഈക്വൽ ടു -3. അപ്പൊ എന്താ ഫോക്കസ് എന്ന് പറയുന്നത് എന്തിലാ മനസ്സിലായി? എക്സ് ആക്സിലാന്ന് മനസ്സിലായി അല്ലേ? ഫോക്കസ് 3,0 പറയുന്നത് ഇവിടെയാണ്. 3,0 ഫോക്കസ് ഇവിടെയാണ്. അപ്പോൾ ഫോക്കസ് ഇവിടെയാകുമ്പോൾ നമ്മളെ പാരാബോള എന്തായാലും ഇവിടെയാവും അല്ലേ? ഇവിടെയാവും പാരാബോള. ഫോക്കസ് 3,0 ആണ്. നമുക്ക് അറിയാം എ എന്താണ്? 3 ആണ്. A3 ആണ്. ഈ പാരാബോളന്റെ ഇക്വേഷൻ നമുക്ക് അറിയാം എന്താണ്? y സ്ക്വയർ ഈക്വൽ ടു 4x എന്നാണ് നമ്മുടെ ഇക്വേഷൻ അല്ലേ? y സ്ക്വയർ ഈക്വൽ ടു 4x ആണ് നമ്മൾ ഈ പാരാബോളന്റെ ഇക്വേഷൻ. അപ്പൊ എ നമുക്ക് എന്ത് കിട്ടി? 3 കിട്ടി. അപ്പൊ എന്തായിരിക്കും? y സ്ക്വയർ ഈക്വൽ ടു 4 × 3 × x. അപ്പോൾ എന്താവും? y സ്ക്വയർ ഈക്വൽ ടു 12x. ഇതായിരിക്കും എന്ത്? നമ്മൾ ഇക്വേഷൻ. കുഴപ്പമുണ്ടോ? എന്താടാ പറയേ, ക്ലിയർ ആണോ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ? പറയടാ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ? ഒന്നുകൂടെ പറയാം. ഓക്കെ, ഒന്നുകൂടെ പറയാം. നോക്കൂട്ടോ. ഫോക്കസ് നമുക്ക് തന്നത് ഫോക്കസ് 3,0 അതുപോലെ ഡയറക്ട്രിക്സ് x ഈക്വൽ ടു -3 അല്ലേ? അപ്പോൾ ഫോക്കസ് 3,0, ഫോക്കസ് ഈ 3,0 എന്ന് പറഞ്ഞപ്പോൾ പറയാം എക്സ് ആക്സിലാണ് പോയിന്റ് എടുക്കുന്നത്. എന്തുകൊണ്ടാ? y കോർഡിനേറ്റ് 0 ആണ്. y കോർഡിനേറ്റ് 0 ആയതുകൊണ്ട് നമുക്ക് അറിയാം എക്സ് ആക്സിസ് എവിടെയോ ആണ് എന്ത് കിടക്കുന്നത്? ഇവിടെ ഫോക്കസ് കിടക്കുന്നത്. അത് പറഞ്ഞിട്ടുണ്ട് 3,0 അപ്പോൾ 3 എന്ന് പറയുന്ന റൈറ്റ് സൈഡിലാണ് അല്ലേ? അപ്പോൾ 3,0 ഫോക്കസ് കിടക്കുന്നത്. അപ്പോൾ എവിടെയാണ് വരിക? റൈറ്റ് സൈഡിലാവും വരിക. റൈറ്റ് സൈഡിൽ പാരാബോള വരുന്ന അല്ലേ? റൈറ്റ് സൈഡിൽ പാരാബോള വരുന്ന എക്സ് ആക്സിസ് സിമെട്രിക്കൽ ആയിട്ടുള്ള ഈ പാരാബോളന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? y സ്ക്വയർ ഈക്വൽ ടു 4x എന്നാണ്. ഫോക്കസ് 3,0 ആയതുകൊണ്ട് ഇവിടെ എ എന്താണ്? 3 ആണ്. അപ്പോൾ ഈ എക്ക് എന്ത് കൊടുക്കുക? 3 കൊടുക്കുക. അപ്പോൾ 4 × 3 12. y സ്ക്വയർ ഈക്വൽ ടു 12x എന്നാവും. കുഴപ്പമുണ്ടോ ഗൗതം? ക്ലിയർ ആയടാ? ഗൗതം ക്ലിയർ ആയോ? ഓക്കെ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ കേട്ടോ. ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദ പാരാബോള. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ പാരാബോള. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ പാരാബോള. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ പാരാബോള വിത്ത് വെർട്ടെക്സ് 0 വിത്ത് വെർട്ടെക്സ് അറ്റ് 0,0 വിത്ത് വെർട്ടെക്സ് അറ്റ് 0,0. മക്കളെ എന്തുകൊണ്ടാണ് വിത്ത് വെർട്ടെക്സ് അറ്റ് 0,0? വെറുതെ പറയുന്ന കേട്ടോ. പറഞ്ഞാൽ നമ്മൾ ഇതുവരെ ചെയ്ത ക്വസ്റ്റ്യനിലൊക്കെ വെർട്ടെക്സ് എന്ത് തന്നെയാണ്? 0,0 ആണ്. മിക്കവാറും നിങ്ങൾക്ക് തരുന്ന ക്വസ്റ്റ്യൻസ് NCERT-യിലൊക്കെ എന്തായാലും 0,0 അതിൻ്റെ മേലേക്ക് ചോദിക്കാറില്ല അധികം. അല്ലാത്ത ഞാൻ ചോദിക്കാറില്ല. നമുക്കിപ്പോൾ ഈ ഇതിൽ 0, വെർട്ടെക്സ് 0,0 പറയുമ്പോൾ പെട്ടെന്ന് പേടിക്കേണ്ട. അത് എന്തുതന്നെയാണ്? നമുക്കറിയാം നമ്മുടെ വെർട്ടെക്സ് എന്ന് പറയുന്നത് ഇതാണ്. ഇത് എപ്പോഴും എന്ത് തന്നെയായിരിക്കും? 0,0 ആയിരിക്കും. ഇനി എല്ലാ കേസിലും അങ്ങനെ ആവുമെന്ന് വിചാരിക്കരുത്. കാരണം പാരാബോള ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ അത്ര പഠിക്കാനില്ല. ജസ്റ്റ് പറയുന്നതെന്നേ ഉള്ളൂ. മനസ്സിലാക്കി വെക്കുക. വെർട്ടെക്സ് എപ്പോഴും 0,0 ആവണമെന്നൊന്നുമില്ല. ഇത് നമ്മൾ y ആക്സിസ്, ഇത് നമ്മൾ y ആക്സിസ്, ഇത് നമ്മൾ x ആക്സിസ് ഒക്കെ ആണെങ്കിൽ, x ആക്സിസ് ഇത് നമ്മൾ y ആക്സിസ് ആണെങ്കിൽ പാരാബോള എങ്ങനെയാണ് വിചാരിച്ചു നോക്കി. പാരാബോള എങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു ഫോക്കസ് ഒക്കെ ഉണ്ട്. നമ്മൾ 0 ഫോക്കസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതാ നമ്മളെ വെർട്ടെക്സ്. ഇതാ നമ്മളെ വെർട്ടെക്സ് ഇതാവും. അപ്പോൾ അത് 0,0 ആവണമെന്നുണ്ടോ? ഇല്ല. വേറെ ഏതോ 0,0 ആയിരിക്കും. x,0 അതൊരു പോയിന്റ് ആയിരിക്കും. അപ്പോൾ എപ്പോഴും വെർട്ടെക്സ് 0,0 ആണെന്ന് മനസ്സിൽ ഉറപ്പിച്ച് വെക്കരുത്. ഇങ്ങനെ ഒരു കണ്ടീഷനും ഉണ്ട്. പക്ഷെ നമുക്ക് പഠിക്കാനില്ല. ജസ്റ്റ് ഇങ്ങനെ കണ്ടീഷനും ഉണ്ട്. ഇതിൻ്റെ ഹയർ ലെവൽ പഠിക്കുമ്പോൾ നമുക്ക് ഇതൊക്കെ പഠിക്കേണ്ടി വരും.
ഇപ്പം ജസ്റ്റ് ആലോചിച്ച് നോക്കാം. ഞാൻ എന്തിനു വേണ്ടിയാ പറഞ്ഞു വെച്ചാൽ വെർട്ടെക്സ് 0,0 എന്ന് പറയുമ്പോൾ വെറുതെ എന്തോ നമ്മൾ കേൾക്കാത്ത എന്തോ സാധനമാണെന്ന് വിചാരിച്ച് നിൽക്കരുത്. അത് എന്ത് തന്നെയാണ് ജസ്റ്റ് നമ്മൾ സാധാരണ പഠിക്കുന്ന ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ്റെ എല്ലാ വെർട്ടെക്സും എന്ത് തന്നെയായിരിക്കും 0,0 ആയിരിക്കും. നമ്മളെ പാരാബോളൻ്റെ ആ ഒരു പോയിന്റ് 0,0 പാസ് ചെയ്യുകയാണെങ്കിൽ അതെന്തായിരിക്കും വെർട്ടെക്സ് 0,0 ആയിരിക്കും. ഓക്കെ, ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ടില്ല. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദ പാരാബോള വിത്ത് വെർട്ടെക്സ് അറ്റ് 0,0 അല്ലേ ആൻഡ് ഫോക്കസ് അറ്റ് 0,3. ഫോക്കസ് അറ്റ് 0,3 ഞാൻ ചെയ്ത് നോക്കി. വെർട്ടെക്സ് 0,0യും ഫോക്കസ് 0,3യും ഫോക്കസ് 0,3യും അതിൻ്റെ ഇക്വേഷൻ ഉണ്ടാക്കി വെച്ചേ. ക്വസ്റ്റ്യൻ കൂടി പറയണം. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ പാരാബോള. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ പാരാബോള. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ പാരാബോള വിത്ത് വെർട്ടെക്സ് അറ്റ് 0,0 വിത്ത് വെർട്ടെക്സ് അറ്റ് 0,0 വിത്ത് വെർട്ടെക്സ് അറ്റ് 0,0 ആൻഡ് ഫോക്കസ് അറ്റ് 0,3 ആൻഡ് ഫോക്കസ് അറ്റ് 0,3 ഫോക്കസ് അറ്റ് 0,3. ഓക്കെ, കിട്ടിയിട്ടുണ്ടാവുമല്ലോ. ഫിഗർ വരച്ചോ മക്കളെ? ഫിഗർ വരച്ചോ? ഫൈസ ഫിഗർ വരച്ചില്ലേ? എക്സ് ആക്സിസ് സിമെട്രിക്കലാണോ വൈ ആക്സിസ് സിമെട്രിക്കലാണോ? വൈ ആക്സിസിന് വൈ ആക്സിസ് സിമെട്രിക്കൽ. മേലോട്ടാണോ താഴോട്ടാണോ? മേലോട്ട്. 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 ഓക്കെ, മേലോട്ട്. കറക്റ്റ്. പിന്നെ ഗൗതമേ, ഇക്വേഷൻ എന്താ കിട്ടിയടാ? ഗൗതം, ഇക്വേഷൻ എന്താ കിട്ടിയടാ? ഇല്ല. നോക്കാം നമുക്ക്. എന്തൊക്കെ തന്നടാ? ഫോക്കസ് അല്ലേ? ഫോക്കസ് 0,3 അല്ലേ? വരയ്ക്കാം കുഴപ്പമില്ല. ഫോക്കസ് 0,3 ആകുമ്പോൾ നമ്മൾ പറഞ്ഞു മേലോട്ടായിരിക്കും അല്ലേ? ഇവിടെ 0,3. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇങ്ങനെ പോണ ഒരു പാരാബോളിൻ്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ നമുക്ക് അറിയാം. എന്താണ്? x² = 4ay അല്ലേ? അപ്പോൾ എ എന്താ? ഫോക്കസ് 0,3 ആയതുകൊണ്ട് എ എന്താണ്? A3 ആണ്. ഇവിടെ എന്ത് ചെയ്യാം? x² = 4 × 3 × y അല്ലേ? അപ്പോൾ 12y. x² = 12y ആയിരിക്കും എന്ത്? ഇക്വേഷൻ. കുഴപ്പമുണ്ടോടാ? ഫൈസക്ക് ഇത് കിട്ടില്ലേനോ? ആൻസർ കിട്ടിക്കണ്. ഓക്കെ. y³ അല്ല y² കേട്ടാ. y² അല്ല x² = 12y.
ഗൗതമിന് ക്ലിയർ ആയില്ല? ഗൗതമേ ഇപ്പൊ ക്ലിയർ ആയോ? ഗൗതം ഓക്കെ, അക്ഷയ് ക്ലിയർ, ഗൗതം ഓക്കെ ക്ലിയർ ആയി. ഓക്കെ മക്കളെ, ഇനി കുഴപ്പമൊന്നുമില്ലല്ലോ. ഒറ്റ ക്വസ്റ്റ്യൻ കൂടി കേട്ടോ ചെയ്യാം. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ പാരാബോള ചെയ്യട്ടോ. എഴുതേ, ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ പാരാബോള which is symmetric about the y-axis, which is symmetric about the y-axis, which is symmetric about the y-axis and passes through the point 2, -3 and passes through the point 2, -3. നമ്മൾ ഇതുവരെ ചെയ്യാത്തൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ മക്കൾക്ക് ഇതുവരെ അറിയുന്ന കൺസെപ്റ്റ് വെച്ച് ചിന്തിക്കുകയാണെങ്കിൽ സുഖമായിട്ട് ചെയ്യാൻ പറ്റും. ഒന്ന് ആലോചിച്ച് ചെയ്യണേ. ഒന്ന് നല്ലോണം ആലോചിച്ച് നോക്കുക എങ്ങനെയൊക്കെ ആയിരിക്കും ചെയ്യാൻ പറ്റുകയെന്ന്. ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദ പാരാബോള വിച്ച് ഈസ് സിമെട്രിക് അബൌട്ട് ദ y-axis. y-axis സിമെട്രിക് ആണ്. അപ്പോൾ എങ്ങനെയൊക്കെയാണെന്ന് വരച്ച് നോക്കണേ, പെട്ടെന്ന് വരച്ച് നോക്കണേ. ആവശ്യം കൂടി പറയാം. Find the equation of the parabola which is symmetric about the y-axis and passes through the point 2, -3 and passes through the point 2, -3. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താ വെച്ചാൽ, നമ്മളൊരു പരാബോള വരച്ചു കഴിഞ്ഞാൽ ഈ 2, -3 എന്ന പോയിന്റ് ആ പരാബോളയിലൂടെ പോകുന്നുണ്ട്, അല്ലെങ്കിൽ 2, -3 എന്ന പോയിന്റ് ആ പരാബോളയത്തെ പോയിന്റ് ആണ്. അതാട്ടോ ഉദ്ദേശിച്ചത്. ഒന്ന് ചെയ്ത് നോക്കിയേ. 2, -3 ആട്ടോ പോയിന്റ്. ചെയ്ത് നോക്ക്. ആൻസർ കിട്ടിയാൽ പറയണേ. അത് കഴിഞ്ഞ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം, നിർത്താം. ജിതിനൊക്കെ എന്തേ പോയില്ല? ഓരോ ആൾക്കാർ പോയിണ്ടല്ലോ. നെറ്റിന്റെ പ്രശ്നമാണ്. കുറെ ആൾക്കാർ ലെഫ്റ്റ് ആവുന്നുണ്ടല്ലോ. ജസീറ ഓക്കെ അല്ലേ? എന്ന് വിളിക്കാൻ മറന്നു. ജസീറ എന്താ അവസ്ഥ? എന്തിനും വിളിച്ചിട്ടുമില്ല. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ മോളെ? കുഴപ്പമുണ്ടോ ജസീറ? മിണ്ടില്ലല്ലോ. ജസീറ ഇവിടെ ഇല്ലേ? ഫോണും വെച്ച് പോയോ? ഉണ്ട്. ക്ലിയർ അല്ലേ ഇതുവരെ എടുത്തത്? ക്ലിയർ ആണ്. ഇത് ചെയ്തോ? അത് വരച്ചു, ജസ്റ്റ് റഫായിട്ട് വരച്ചു നോക്കിയോ ഇപ്പത്തെ ക്വസ്റ്റ്യൻ? ഇല്ല, വരക്കട്ടെ. ഓക്കെ. ഫൈസ ഫിഗർ വരച്ചോടാ? വരച്ചില്ല, കിട്ടുന്നില്ല. നമുക്ക് ചെയ്യാം. കൃഷ്ണ എന്തുവാ ഫിഗർ വരച്ചോ?
ഇത് ഇവിടെ ഇല്ലേ? ഇല്ല. പിന്നെ അനാമിക വരച്ചോ? അനാമിക, വിഷ്ണുപ്രിയ, ആരെങ്കിലും ഫിഗർ വരച്ചവരുണ്ടോ? ആരെങ്കിലും ഫിഗർ വരച്ചവർ ആരെങ്കിലും ഉണ്ടോ? ആ ഓക്കെ, അനാമിക അക്ഷയും വരച്ചിട്ടുണ്ട്. എങ്ങോട്ടാ മക്കൾ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞ? വൈ ആക്സിസ് സിമെട്രിക്കലാണ് പറഞ്ഞിട്ടുണ്ടല്ലേ? ഓക്കെ, വൈ ആക്സിസ് സിമെട്രിക്കലാണ്. അപ്പം നമുക്ക് താഴോട്ടോ മേലോട്ടോ മോള് വരച്ചത്? പരാബോള അപ്പാണോ ഡൗൺ ആണോ? ഡൗൺ അല്ലേ? ഡൗൺ ആണ്, കറക്റ്റ്. ഓക്കെ, ഡൗൺ ആണ്. അപ്പം ഇക്വേഷൻ കിട്ടിയോ നമുക്ക്? അപ്പോൾ ഇല്ല, നോക്കണ്. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പോൾ ചെയ്യുന്നുണ്ട്. എന്നാൽ ചെയ്തോ ചെയ്തു. നിങ്ങൾ തന്നെ കണ്ടുപിടിച്ചാൽ പിന്നെ ഒരിക്കലും മറക്കില്ല. ആർക്കെങ്കിലും ഫോക്കസിന്റെ പോയിന്റ് കിട്ടിയവരുണ്ടോ? -8y എന്ത്? x² = -8y എന്നാണോ ഉദ്ദേശിച്ചത്? x² = -8y അല്ല അല്ല, അങ്ങനെയല്ല. ചെറിയ എവിടെയോ മിസ്റ്റേക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് എ എത്രയാണ് കിട്ടിയത്? എൻ്റെ വാല്യൂ എത്രയാണ് കിട്ടിയത്? ഫോക്കസിന്റെ പോയിന്റ് മക്കൾ എടുത്ത പോയിന്റ് 2,-3 തന്നെയല്ലേ? 2,-3 തന്നെയല്ലേ എടുത്ത്? അത് മാറിയ സാധനം മാറിയേ. പോയിന്റ് 2,-3 തന്നെയല്ലേ? വിഷ്ണുപ്രിയക്ക് എ എത്രയാണ് കിട്ടിയത്? ഫോക്കസ് y - 3 = 8y. എന്താടാ അപ്പോ 12y ആണോ? 12y അല്ല. എല്ലാം നോക്ക്. ആടാ അക്ഷയ് എഴുതുന്നതിൽ എന്താ രണ്ടും y തന്നെടാ. ഒരു x ഒരു y വേണ്ടേ? അതിനിപ്പോ ടൈപ്പ് ചെയ്തപ്പോൾ മാറിപ്പോയതാണോ? അമ്മ ശരിക്കും എന്താ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞേ? ശരിക്കും ഉദ്ദേശിച്ചൊന്ന് എഴുതേ, പറയെന്ത് ചെയ്തേ? അനാമിക y - 3 ഓക്കെ. y² = 8x അല്ലടാ, അല്ല. ചെറിയ പ്രശ്നം. അനാമിക എവിടെ എത്തി? മോള് പറഞ്ഞൊക്കെ കറക്റ്റാണ്. താഴോട്ടേക്കാണ് ഗ്രാഫ്, അതൊക്കെ ഓക്കെ. ഇനി ബാക്കി കിട്ടിയില്ല അല്ലേ? ജസീറക്കോ? കൃഷ്ണേന്ദു കിട്ടിയോ? കിട്ടിയില്ലല്ലേ? കൃഷ്ണേന്ദുവോ? കിട്ടിയില്ല സാർ. കിട്ടിയില്ല. വേറെ ആരെങ്കിലും ഉണ്ടോ? വിഷ്ണുപ്രിയ പറഞ്ഞു, ഗൗതം പറഞ്ഞു. ഓക്കെ, നമ്മൾ ചെയ്യാം. ടൈം വേണ്ട. എടാ ഇതിലായിരിക്കെങ്കിലും പറയാൻ ഡൗൺ ആവുന്ന പ്രശ്നമില്ലല്ലോ. നമ്മൾ പറഞ്ഞിട്ട് വൈ ആക്സിസ് സിമെട്രിക്കലാണ് പറഞ്ഞിട്ടുണ്ടല്ലേ? അപ്പം നമ്മൾ വൈ എക്സ് വരച്ചു, എക്സ് ആക്സ് വരച്ചു. അപ്പം നമ്മളെ പരാബോള എന്ന് പറയുന്നത് ഒന്നെങ്കിൽ മക്കളത് ഇങ്ങനെയാവും അല്ലേ? ഒന്നെങ്കിൽ ഇങ്ങനെയാവും, അല്ലെങ്കിൽ ഇങ്ങനെയാവും. ഇതിലേതോ ആണ് ചാൻസ് അല്ലേ? ഇതിലേതോ ആണ് നമ്മുടെ പരാബോളന്റെ ചാൻസ്. കാരണം ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പരാബോള എന്ന് പറയുന്നത് സിമെട്രിക് അബൌട്ട് ദ വൈ ആക്സ് ആണ് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ വൈ ആക്സിന് സിമെട്രിക്കൽ ആയിട്ടായിരിക്കും നമ്മളെ എന്ത് പോവുക? പരാബോള പോവുക. പക്ഷെ ഇതിലേതാ നമ്മൾ ഫിക്സ് ചെയ്യണം. മേലത്തെയാണോ അടിയത്തെയാണോ ഫിക്സ് ചെയ്യണം. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ പറഞ്ഞിട്ടുണ്ട്, ഈ പരാബോള പാസ് ചെയ്യുന്നത് 2,-3 എന്ന പോയിന്റിലൂടെ പാസ് ചെയ്യുന്നുണ്ടെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ? 2,-3 എന്ന പോയിന്റിലൂടെ എന്ത് പാസ് ചെയ്യുന്നുണ്ട്? നമ്മുടെ പരാബോള പോകുന്നുണ്ട്. അപ്പൊ നോക്കിയേ, ഇവിടെ y കോർഡിനേറ്റ് എന്താ? നെഗറ്റീവാ. വൈൻ്റെ കോർഡിനേറ്റ് നെഗറ്റീവാ. അപ്പൊ ഒരിക്കലും ഈ പരാബോളയിൽ നമുക്ക് ഉറപ്പിക്കുക. കാരണം എന്താ? ഈ പരാബോളയിൽ y ഒക്കെ എന്താണ്? പോസിറ്റീവാണ് അല്ലേ? ഇവിടെ നമ്മൾ പറഞ്ഞ പോയിന്റ് 2,-3 എന്നാണ് അല്ലെ? ഈ പറഞ്ഞ പോയിന്റ് 2,-3 ആയതുകൊണ്ട് നമുക്ക് ഉറപ്പിക്കാം മേലോട്ടുള്ള ഈ പരാബോള അല്ല. കാരണം എന്താ? അവിടെ വൈൻ്റെ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും പോസിറ്റീവാണ്. അപ്പൊ ഇതെല്ലാം നമുക്ക് ഉറപ്പിച്ച്. അപ്പൊ നമ്മളെ പരാബോള ഫിക്സ് ആയി. എന്താണ്? പരാബോള ഇങ്ങനെയായിരിക്കും പോവുക. നമ്മളെ പരാബോള ഇങ്ങനെയായിരിക്കും. അപ്പൊ ഇങ്ങനെ ആയതുകൊണ്ട് നമുക്ക് ഉറപ്പിക്കാം നമ്മുടെ പരാബോളന്റെ ഇക്വേഷൻ x² = എന്താണ്? -4ay ആണ്. ഇതാണ് എന്ത്? നമ്മളെ പരാബോളന്റെ ഇക്വേഷൻ. അതുവരെ ഓക്കെ. ഇതുവരെ ഓക്കെ അല്ലടാ? പറഞ്ഞേ, ഇതുവരെ ഓക്കെ ആണോ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ? ഓക്കെ ആണ്.
എക്സ് സ്ക്വയർ ഈക്വൽ ടു മൈനസ് 4ay എന്ന് നമുക്ക് കിട്ടി. ഇനി നമ്മളോട് എന്താ പറഞ്ഞത്? ഓക്കെ അല്ല? ഗൗതമിന് ഓക്കെ അല്ല? ഓക്കെ ആണ്. ഓക്കെ. ഇനി നമ്മളോട് പറഞ്ഞത് 2, -3 ഇല്ല. അപ്പോൾ ഏകദേശം എവിടെയാവും? ഏകദേശം ഇവിടേക്ക് ആയിരിക്കും അല്ലേ? ഇവിടേക്ക് ആയിരിക്കും ഏകദേശം 2, -3 ആയിരിക്കും നമ്മളെ പോയിന്റ്. അപ്പോൾ ഈ പോയിന്റ് കൂടി നമ്മൾ എന്ത് പോകുന്നത്? പരാബോള പാസ് ചെയ്യുന്നത്. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക? ഈ പോയിന്റ് നമ്മൾ ഇക്വേഷനിൽ കൊടുക്കുക. ഈ പോയിന്റ് ഇക്വേഷനിൽ കൊടുക്കുക. എക്സ് എന്താ? 2 അല്ലേ? അപ്പോൾ 2ന്റെ സ്ക്വയർ ഈക്വൽ ടു -4 ഇൻറ്റു എ ഇൻറ്റു വൈക്ക് വരെ എന്ത് കൊടുക്കുക? -3 കൊടുക്കുക. -3. അപ്പോൾ 2ന്റെ സ്ക്വയർ എന്താ? 4 ഈക്വൽ ടു -4 ഇൻറ്റു -3 +12 അല്ലേ? +12a. അപ്പം എ ഇവിടെ ഒന്നും ഇല്ല കേട്ടോ. എ ഈക്വൽ ടു 12 എന്ന് കിട്ടും. സോറി, 4 ഈക്വൽ ടു 12 എന്ന് കിട്ടും. അപ്പോൾ എ ഈക്വൽ ടു എന്താ? 4/12 ഈക്വൽ ടു 1/3. അപ്പോൾ എൻ്റെ വാല്യൂ എന്ത് കിട്ടും? 1/3 എന്ന് കിട്ടും. ഇത് ജസ്റ്റ് ഇക്വേഷൻ കൊടുക്കുക. നമ്മൾ ഇക്വേഷൻ എന്താ? എക്സ് സ്ക്വയർ ഈക്വൽ ടു -4ay. എക്സ് സ്ക്വയർ ഈക്വൽ ടു -4 ഇൻറ്റു എ ക്യൂർ എന്താ? 1/3 ഇൻറ്റു y. അപ്പോൾ എക്സ് സ്ക്വയർ ഈക്വൽ ടു -4/3 y ആവുമ്പോൾ ഇക്വേഷൻ. അല്ലെങ്കിൽ എന്ത് ഇതും കൂടെ പോകുമ്പോൾ 3x² ഈക്വൽ ടു -4y. ഇതായിരിക്കുന്നത് നമ്മുടെ ഇക്വേഷൻ. എന്തെങ്കിലും കുഴപ്പമുണ്ടോ നോക്കിയേ? എവിടെയെങ്കിലും പ്രശ്നം? ആദ്യം നമുക്ക് അറിയാം മേലോട്ടായിരിക്കും അല്ലെങ്കിൽ താഴോട്ടായിരിക്കും. ഇതിൽ ഏതെങ്കിലും ആയിരിക്കും നമ്മളെ പരാബോള. അപ്പം 2, -3 ആണ് നമ്മളെ പോയിന്റ് ആയതുകൊണ്ട് നമുക്ക് ഉറപ്പിക്കാം താഴത്താണ് നമ്മളെ പരാബോള കിടക്കുന്നത്. അതിനുശേഷം അതിന്റെ ജനറൽ ഫോം എഴുതുക. എന്താണ്? എക്സ്² ഈക്വൽ ടു -4ay. അതിനുശേഷം പിന്നെ എന്ത് ചെയ്യുക? 2ന്റെ അല്ലേ, ആ കൊടുത്ത 2ഉം തന്ന പോയിന്റ് നമുക്ക് എന്ത് കൊടുക്കുക? ഇക്വേഷനിൽ കൊടുക്കുക. അപ്പം നമുക്ക് എന്റെ വാല്യൂ കിട്ടും. എ പിന്നെ തിരിച്ച് ഇക്വേഷനിൽ കൊടുത്തിട്ട് നമ്മളെ പരാബോളിന്റെ ഇക്വേഷൻ റെഡിയാക്കുക. കുഴപ്പമുണ്ടോ? റെഡിയാണോ മക്കളെ? ഓക്കെ. ഇവിടെ ലീവ് ചെയ്തോ കേട്ടോ. ലീവ് ഇല്ല. അതിന് മുന്നേ ഇന്നിപ്പോൾ എത്രയായി? നാളത്തെ വർക്കൊന്നും 5:45 ഇന്ന് രാത്രിക്കുള്ളിൽ തന്നെ എക്സസൈസ് 12.2 ഇതുപോലത്തെ പെട്ടെന്ന് കഴിയുന്ന ക്വസ്റ്റ്യൻസാ. എക്സസൈസ് 12.2 ഒരു 12 ക്വസ്റ്റ്യൻ ഉണ്ട്. 12 ക്വസ്റ്റ്യൻ ഇതുപോലത്തെ ഒരു 12 ക്വസ്റ്റ്യനാ. അത് ഇന്ന് തന്നെ ചെയ്യാം. എന്തിനാണെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ ചെയ്തില്ലെങ്കിൽ നാളത്തെയും മറക്കും. കുറേ കാവ്യം ഇപ്പോൾ നമ്മൾ കുറേ കൺസെപ്റ്റും കുറേ എന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിലിപ്പോൾ കിടക്കുന്നുണ്ട്. അപ്പോൾ ആ മനസ്സിൽ കിടക്കുന്ന സാധനങ്ങൾ വെച്ചിട്ട് ഇന്ന് തന്നെ ആ ഒരു 12 ക്വസ്റ്റ്യൻ മക്കൾ ചെയ്യുകയാണെങ്കിൽ പിന്നെ പരാബോള വേറെ ദിവസത്തേക്ക് മാറ്റി വെക്കേണ്ട ആവശ്യമില്ല. അവിടെ കടന്നോളൂ. ഒരു കുറേ ദിവസത്തേക്ക് അവിടെ തന്നെ. പിന്നെ എപ്പോഴെങ്കിലും 2-3 ദിവസം കഴിയുമ്പോൾ എപ്പോഴെങ്കിലും ഒന്ന് ജസ്റ്റ് മറച്ചു നോക്കിയാൽ പിന്നെ പരാബോള എടുത്തു നോക്കേണ്ട ആവശ്യം വരില്ല. അപ്പോൾ ഇന്ന് രാത്രി തന്നെ എന്ത് ചെയ്യുക മക്കൾ? ആ 12 ക്വസ്റ്റ്യനും സ്കൂളിൽ ക്ലാസ് ഉണ്ടല്ലോ അത് കഴിഞ്ഞിട്ട് ഓക്കെ മാക്സിമം ഞാൻ ഉദ്ദേശിച്ച് ഇത്രയേ ഉള്ളൂ. ഇന്ന് തന്നെ ആ 12 ക്വസ്റ്റ്യനും ചെയ്യുകയാണെങ്കിൽ ഇപ്പം ക്ലാസ്സിൽ പറഞ്ഞ എല്ലാ മൈന്യൂട്ട് പോയിന്റ്സും മക്കളെ മനസ്സിൽ കിടക്കും ചെയ്യും. കാരണം ഈ 12 ക്വസ്റ്റ്യനും അത് അപ്ലൈ ചെയ്യാണ്ടാവും. കാരണം ഈ 12 ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴേ ഈ ക്ലാസ്സിൽ പറഞ്ഞ എല്ലാ മൈന്യൂട്ട് കാര്യങ്ങളും മക്കൾക്ക് അപ്ലൈ ചെയ്യാണ്ടാവും. ഓരോ ക്വസ്റ്റ്യനിലും ഓരോ രീതിയിലായിട്ട് അപ്ലൈ ചെയ്യാണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു കാര്യം മക്കളെ മൈൻഡിൽ നിന്ന് പോകാണ്ട് വെക്കും. അവിടെ തന്നെ നിന്നോളൂ എല്ലതും. അതിപ്പോൾ ഇന്ന് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ടാണ് മക്കൾ ചെയ്യുന്നതെങ്കിൽ മക്കൾക്ക് ഓവറോളൊക്കെ എന്തെങ്കിലുമൊക്കെ കഴിയുമ്പോൾ ഉണ്ടാവും. പക്ഷെ നമ്മൾ ഇപ്പം പറഞ്ഞ മൈന്യൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. അതൊക്കെ മക്കൾ അതിന് പോയി ഉണ്ടാവും. ഓരോ ദിവസം കഴിയുമ്പം നിങ്ങൾ നല്ല മനുഷ്യന്മാരാരാണെങ്കിലും ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെറുതായി ഓരോ കാര്യങ്ങൾ മറന്നു വരും. അപ്പോൾ എത്രത്തോളം ലേറ്റ് ആക്കും അത്രത്തോളം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളെ കയ്യിൽ നിന്ന് പോകും. അതിന് വേണ്ടിയിട്ടാണ് ഇന്ന് രാത്രി തന്നെ ചെയ്യാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇന്ന് രാത്രി വേറെ പണിയൊന്നും ഇല്ല, സ്കൂളിലേക്ക് വേറെ വർക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തവർ ഇന്ന് രാത്രി തന്നെ എന്ത് ചെയ്യുക? ചെയ്ത് ഇന്ന് രാത്രിക്കുള്ളിൽ തന്നെ സബ്മിറ്റ് ചെയ്യാം. എക്സസൈസ് 11.2 കേട്ടോ. ഒരു 12 ക്വസ്റ്റ്യൻ. ഓക്കെ. ശരി മക്കളെ, ലീവ് ചെയ്തോളൂ.